ഇന്നത്തെ വീഡിയോയിലുള്ളത് എക്സോ കിറ്റി സീസൺ 3യുടെ എപ്പിസോഡ്സ് ആണ്. സീസൺ 1ന്റെയും 2ന്റെയും എപ്പിസോഡ്സ് മൂവി മാനിയ റീക്യാപ്സ് എന്ന് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാര് ആ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കണേ, ലിങ്ക് ഇതേ മുകളിൽ കൊടുത്തേക്കാം. സീസൺ 3 ഒന്നും തന്നെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാര് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി ഏതെങ്കിലും സ്പെസിഫിക് എപ്പിസോഡായിട്ടാണ് കാണാനുള്ളതെങ്കിൽ ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ക്ലിക്ക് ചെയ്താൽ ആ എപ്പിസോഡിന്റെ തുടക്കത്തിലേക്ക് ചെല്ലുന്നതായിരിക്കും. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കിറ്റിയെയും മിൻഹോയെയും. ഇനിയിപ്പോ ഒരു സമ്മർ ബ്രേക്ക് ആണല്ലോ, ആ ഒരു ടീമാണ്. യൂനിസ് മിൻഹോയുടെ അച്ഛന്റെ ഏജൻസിയുടെ പോപ്പ് സിംഗറായി അങ്ങനെ ഒരു വേൾഡ് ടൂർ നടത്താനായി പോവാണ്. അതിനു മുന്നേ ഒരു യാച്ച് പാർട്ടി നടത്തുന്നുണ്ട്. അതിന്റെ കാര്യം മിൻഹോ അറിയുന്നതും യൂനിസ് പ്രത്യേകമായി കിറ്റി അതിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഇവർ പിരിയുമ്പോഴേക്കും ക്വിൻസിയോട് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് കിറ്റി തിരക്കാണ് മിൻഹോയോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായി. അങ്ങനെ ക്വിൻസിയും ക്വിൻസിയുടെ ബോയ് ഫ്രണ്ടായ ജിന്നും കൂടി അങ്ങോട്ട് പോകാനായി തീരുമാനിക്കുന്നു. അപ്പോഴേക്കും ഡേയുടെ അച്ഛനെ ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്ന് ഡേയുടെ അച്ഛൻ ജോലി ചെയ്യുന്നത് യൂറിയുടെ അമ്മയുടെ സ്റ്റാഫ് ആയിട്ടായിരുന്നല്ലോ. അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ നടക്കാണ്. ആകെ ഡിസ്റ്റർബ്ഡ് ആണ് യൂറി. കാരണം ഇവരുടെ കുടുംബത്തിന്റെ സ്വത്തൊക്കെ ഫ്രീസ് ചെയ്യാനായി പോവാണ്. അതിൽ നിന്ന് എസ്കേപ്പ് ആവാനായി യൂറി ആകട്ടെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആ ഒരു യാച്ച് പാർട്ടിയിൽ പങ്കെടുക്കാനായി തീരുമാനിക്കുന്നു. യൂറിയോട് സംസാരിക്കാനായും യൂനിസിനോടുള്ള താല്പര്യം കൊണ്ടും അങ്ങോട്ടേക്ക് പോകാനായി ഡേയും തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഒരു യാച്ച് പാർട്ടിയുടെ അവിടെ എല്ലാവരും ഇപ്പൊ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ കിറ്റിക്ക് ഒരു ചാൻസ് കിട്ടുന്നേ ഇല്ല മിൻഹോയെ ഒന്ന് തനിയെ കിട്ടാനായി. അതുകൊണ്ട് തന്നെ ഒരു കേബിൾ കാർ റൈഡ് മിൻഹോയും അവളും മാത്രം ഉള്ള രീതിക്ക് തരപ്പെടുത്താനായി ഒരുവിധം അവൾക്ക് സാധിക്കുന്നു. അങ്ങനെ ആ ഒരു കേബിൾ കാർ റൈഡിന് ഇരിക്കുന്ന ടീം മിൻഹോയുടെ അച്ഛൻ മിൻഹോയെ പ്രത്യേകമായി വിളിച്ച് യൂനിസിന്റെ കൂടെ വേൾഡ് ടൂറിന് യൂനിസിന്റെ മാനേജർ എന്ന രീതിക്ക് നീ പോയി കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അവനെ വിശ്വസിച്ച് ഒരു വലിയ കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന ഒരു സന്തോഷം അവനാവുന്നുണ്ട്. അവനോട് കാര്യമായി ഒന്നും പറയാനേ കിറ്റിക്ക് സാധിച്ചില്ലെങ്കിലും അവൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിലും അവൻ അത് യൂസ് ചെയ്ത് അച്ഛനെ ഇംപ്രസ് ചെയ്യാനായി ശ്രമിക്കുന്നതിലും കിറ്റി ഹാപ്പിയാണ്. ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്തു വിടുന്നു. പക്ഷെ പോകുന്നത് അന്ന് നൈറ്റ് ആണ്. അപ്പൊ അതിനിടയിൽ കുറച്ച് മണിക്കൂറുകളുണ്ട്. അപ്പോഴെങ്കിലും ആ ഒരു ഇഷ്ടം തുറന്ന് പറയണമെന്ന് കിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആ ഒരു പാർട്ടി നടക്കുന്ന ടീം യൂറി ആകട്ടെ യൂറിയുടെ ഗേൾ ഫ്രണ്ട് ആയ ജൂലിയാന ഇപ്പൊ മറ്റൊരു റിലേഷൻഷിപ്പിലാണല്ലോ. അതൊക്കെ കണ്ട് കുറച്ച് സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കിറ്റി ആകട്ടെ ആ പാർട്ടിക്ക് അവിടെ നിൽക്കുന്ന ടീം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ട അവിടുത്തെ വെയിട്രസ് ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് കണക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചില ആളുകൾ കിറ്റിയെ തെറ്റിദ്ധരിച്ച വെയിട്രസ് ആണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ ഈ വേൾഡ് ട്രിപ്പിന് കൂടെ പോകുന്ന ചില സിംഗേഴ്സും സ്റ്റാഫ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മിൻഹോയെ കണ്ട് ഭയങ്കരമായി കമന്റ് അടിക്കുകയാണ്. മിൻഹോ എന്ത് സുന്ദരനാണ്, ട്രിപ്പിന് പോകുമ്പോൾ നമുക്കൊരു ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ കിറ്റിയെ വളരെയേറെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ വെച്ച് കിറ്റിയുടെ ഈ ഡ്രസ്സ് കണ്ട് കിറ്റിയെ വെയിട്രസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് യൂറി ഈ ഡ്രസ്സ് ഇട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഡ്രസ്സൊക്കെ മാറി മിൻഹോയെ ഇംപ്രസ് ചെയ്യുന്ന കണക്ക് ഡ്രസ്സ് ഇടാനായി പറഞ്ഞ് വേറെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് യൂറി കൊടുക്കുന്നുണ്ടെങ്കിലും അന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയ യൂനിസ് ആ ഡ്രസ് ഇട്ട് അവിടെ പെർഫോം ചെയ്ത് യൂനിസ് ഭയങ്കരമായി ഷൈൻ ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ മിൻഹോയോടൊന്ന് സംസാരിക്കാനായി കിറ്റി ശ്രമിക്കുന്നുണ്ടെങ്കിലും മിൻഹോയുടെ അച്ഛൻ കിറ്റിയെ തടുക്കുകയാണ്. പക്ഷെ മിൻഹോ അവസാനം സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടീം രണ്ടുപേരും പ്രണയം തുറന്നു പറയുന്നതിലേക്ക് അത് പോകുന്നു. മിൻഹോയ്ക്ക് പോകാൻ സമയമാകുമ്പോഴേക്കും അവൻ കിറ്റിയെ ആ ഒരു ടൂറിന് കൂടെ വിളിക്കുന്നുണ്ടെങ്കിലും കിറ്റിക്ക് പോകാനേ കഴിയുന്നില്ല. കാരണം കിറ്റിയുടെ ചേച്ചി പീറ്റർ എന്ന ഒരു പയ്യനുമായി പ്രണയത്തിലാണല്ലോ. അപ്പൊ അവര് തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ തീർക്കാനായി ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിറ്റി ഇവിടെ തന്നെ നിൽക്കാനായി തീരുമാനിക്കുന്നുണ്ട്. 3 മാസത്തെ വേൾഡ് ടൂറിനാണ് മിൻഹോ യൂനിസിന്റെ ഗ്യാങ്ങിന്റെയും കൂടെ പോകുന്നത്. എന്തായാലും 3 മാസം പെട്ടെന്ന് പോകും, നമുക്ക് വേഗം കണ്ടുമുട്ടാന്ന് പറഞ്ഞ് കിറ്റിയോട് ബൈ പറഞ്ഞ് മിൻഹോ വണ്ടിയിൽ കയറി പോകുമ്പോൾ അതെ 3 മാസം പെട്ടെന്ന് പോകുന്ന ഒരു പ്രതീക്ഷ കിറ്റിക്ക് തോന്നുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കുമ്പോൾ മിൻഹോ ആ പെമ്പിള്ളാരുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കാണുമ്പോൾ ഈ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മിൻഹോ ഇപ്പൊ തന്നോട് പറഞ്ഞ അതേ ഫീലിങ്സ് മനസ്സിൽ കൊണ്ടു നടന്നായിരിക്കോ വരുന്നത്, അതോ അത് മാറിയിട്ടുണ്ടാവോ എന്ന് കിറ്റിക്ക് ഒരു പേടി ഇല്ലാണ്ടില്ല. 3 മാസത്തിനിടയിൽ പലതും സംഭവിക്കാലോ. ഈ കഥയിൽ തന്നെ സീസൺ 1 നമ്മൾ പ്രണയ ജോഡികളെയൊക്കെ കണ്ടിരുന്നു, കിറ്റിയും ഡേയും യൂറിയും ജൂലിയാനയും. പക്ഷെ ഇപ്പൊ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം അങ്ങ് മാറി മറിഞ്ഞു പോയിരിക്കല്ലേ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിറ്റി സിസ്റ്ററായ ലാറ ജീനുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. ലാറ അവരുടെ പീറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായി കിറ്റിയോട് ഇപ്പൊ കണ്ട് സംസാരിക്കുന്നതെങ്കിലും കിറ്റി ആകട്ടെ ആ അവസരം ഉപയോഗിച്ച് ലാറെ കൊണ്ട് കിറ്റിയുടെ കുറേ ഫോട്ടോസ് എടുപ്പിക്കുന്നുണ്ട്. ഈവൻ 2 കൈയിലും 2 ടൈപ്പ് നെയിൽ പോളിഷ് ഇട്ട് കിറ്റി ഇങ്ങനെ ആ 2 കൈ ചേർത്ത് പിടിച്ചൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് എന്ത് പണിയാണെന്നല്ല ലാറ തിരക്കുന്ന ടീം മിൻഹോയെ കാണിക്കാനാണെന്ന് ലാറയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോന്ന് ലാറ ചോദിക്കുമ്പോൾ പിന്നെ മിൻഹോ അടിച്ചു പൊളിച്ച് നടക്കും. അവന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ കണ്ടില്ലേ, അപ്പൊ ഞാനും അതുപോലെ അടിച്ചു പൊളിച്ച് നടക്കായിരുന്നു എന്ന് അവൻ കരുതട്ടെ എന്ന് അവൾ പറയുമ്പോൾ ഓൺലൈനിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാതെ നീ കണ്ണുനീരും തുടച്ചിരിക്കുകയെന്ന് എനിക്കെല്ലാം അറിയുമെന്ന് ലാറ കളിയാക്കിയിരുന്നു. എന്നാലും ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരുന്ന ആ ഒരു കിറ്റി ആയിരുന്നില്ല ഇപ്പൊ. ഇങ്ങോട്ടേക്ക് വന്ന ടൈമുള്ള കിറ്റിന്ന് ഇപ്പൊ കാണുന്ന കിറ്റിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവ് ചേഞ്ച് ആണെന്ന് തന്നെ ലാറ കിറ്റിയോട് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ഇനി കിറ്റി ഫൈനൽ ഇയർ ആണ്. അവൾക്ക് നേടാനുള്ള ഗോൾസ് ഒക്കെ നേടിയെടുക്കാൻ എല്ലാവിധ ആശംസകളും
നിർദ്ദേശങ്ങളും ലാറ നൽകുന്നു. അങ്ങനെ സമ്മർ ബ്രേക്കിന് ശേഷം കിറ്റി തിരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി എത്തുന്നുണ്ട്. ഫൈനൽ ഇയർ ആണല്ലോ, പറഞ്ഞ കണക്ക് എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോട്ടെ എന്ന ശുഭപ്രതീക്ഷയിലാണ് അവൾ ഫൈനൽ ഇയറിന്റെ ഫസ്റ്റ് ഡേയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് കസിൻ ജീവോനെ കാണുമ്പോൾ ജീവോൻ അന്ന് കിസ്സിലെ പുതിയൊരു ടീച്ചറായി, അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണല്ലോ കിസ്, അവിടെ പുതിയൊരു ടീച്ചറായി ജോയിൻ ചെയ്യാണ്. അതിന്റെ കുറച്ച് ടെൻഷനിലാണ് ജീവോൻ. എന്തായാലും അവിടെ വെച്ച് പ്രൊഫസർ ലീയെ കിറ്റി കാണുമ്പോൾ ലീക്ക് ഗ്രേഡ്സ് ഒക്കെ കുറവാണ്, ഫൈനൽ ഗ്രേഡ്സ് ഇംപ്രൂവ് ചെയ്യാനായി ഒരു അഡീഷണൽ ഇലക്ടീവ് എടുക്കുന്നത് നല്ലതാണെന്നെല്ലാം പ്രൊഫസർ പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾക്കൊക്കെ ശേഷം വേൾഡ് ടൂർ ഒക്കെ കഴിഞ്ഞെത്തിയ മിൻഹോയെ കിറ്റി അവിടെ വെച്ച് കാണുന്നു. രണ്ടുപേരും അവരുടെ സമ്മർ എങ്ങനെ ചെലവഴിച്ചു എന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ആ ഒരു മൂഡിനെ കംപ്ലീറ്റ് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ അവിടേക്ക് ഒരാൾ എത്തുന്നുണ്ട്. മാരിസ് എന്നൊരു പയ്യനാണത്. മിൻഹോയും ഡേയും ക്വിൻസിയും ഒന്നിച്ചൊരു റൂമിലായിരുന്നല്ലോ, അവർക്കൊരു റൂംമേറ്റ് കൂടി ഉണ്ടായിരുന്നു. കിറ്റി ഇവരുടെ റൂമിൽ താമസിക്കാൻ എത്തുന്നതിന് മുന്നേ ഉള്ള ടീം. ആ പയ്യന്റെ പേര് മാരിസ് എന്നാണ്. അവനാണിപ്പോൾ മടങ്ങി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഇയറിൽ അവന് ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ലല്ലോ. മിൻഹോ അവനെ കണ്ട് വളരെ ഹാപ്പി ആവുന്നുണ്ട്. തുടർന്ന് അവന്റെ കൂടെ കിറ്റിയോടുള്ള സംസാരം നിർത്തി മിൻഹോ പോകുന്നു. കിറ്റിക്കാണെങ്കിൽ ഷോ ഒന്ന് സംസാരിച്ചു വരുമ്പോൾ എപ്പോഴും ഇത് തന്നെ, മിൻഹോയോട് തനിക്കൊന്ന് സംസാരിക്കാനേ ടൈം കിട്ടാറില്ല, ആരെങ്കിലും ഇടയ്ക്ക് കയറി വരുന്ന ആകെ സങ്കടാവുന്നുണ്ട്. എന്തായാലും റൂമിലേക്ക് മാരിസ് എത്തിയതറിഞ്ഞ് ഡേയും അവരുടെ കൂടെ കിറ്റിയും ക്വിൻസിയും എത്തുന്നു. ഡേ ഒക്കെ മാരിസിനെ കണ്ട് വളരെ ഹാപ്പി ആവുന്നു. കിറ്റി ഇവിടേക്ക് ഡേ അന്വേഷിച്ച് വരുന്നതിന് മുന്നേ ഇവർ തമ്മിൽ വീഡിയോ കോൾ ചെയ്യുന്നൊക്കെ മാരിസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കിറ്റിയെ മാരിസിന് നല്ല പരിചയമുണ്ട്, നേരിട്ട് അല്ലെങ്കിൽ പോലും. എന്തായാലും കിറ്റിയെ മാരിസ് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇതേ ടീം ക്വിൻസിക്ക് മാരിസിനെ കാണുമ്പോൾ കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ട്. കാരണം ആക്ച്വലി ക്വിൻസി ഇവർ റൂംമേറ്റ് ആയിരുന്ന ടീം രഹസ്യമായി മാരിസുമായിട്ട് ചെറിയൊരു ഡേറ്റിംഗ് കണക്കായിരുന്നു. ക്വിൻസി ഒരു സ്വർഗാനുരാഗിയാണ്, അവന് ബോയ്സിനോടാണ് താല്പര്യം. ഈ മാരിസ് ക്വിൻസിയെ രഹസ്യമായി ഡേറ്റ് ചെയ്യുന്ന ടീം ആക്ച്വലി ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷനിലായിരുന്നു. അതിന്റെ ഇടയിലാണ് ആരും അറിയാതെ ക്വിൻസിയെ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് നല്ല രീതിയിൽ പോയില്ല, ഇവർക്കിടയിലുള്ള റിലേഷൻ അവസാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇഷ്ടക്കേടൊക്കെ ചെറുതായി ക്വിൻസിയുടെ മുഖത്ത് നമുക്ക് മാരിസിനെ കാണുമ്പോൾ കാണാം. എന്തായാലും മാരിസ് ഇപ്പൊ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ എന്ത് പ്ലാൻ ചെയ്യാം ഒരു എൻജോയ്മെന്റ് എന്ന രീതിയിൽ അവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി സൺറൈസ് കാണാൻ പോയാലോ എന്നൊരു ഐഡിയ കിറ്റി വെക്കുന്നുണ്ടെങ്കിലും മാരിസ് അത് ഡിസ്മിസ് ചെയ്യുന്നു. വേണ്ട, നല്ലൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാമെന്ന് മാരിസ് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് എക്സൈറ്റിംഗ് ആയിരുന്നെങ്കിലും കിറ്റിക്ക് ഇച്ചിരി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. അവൾക്ക് ഈ ഒരു അവസരം മുതലാക്കിയെങ്കിലും മിൻഹോയുടെ കൂടെ ഒരു കിടക്കൻ സൺറൈസ് കാണാൻ എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും അത് നടന്നില്ല. ഇതേ ടീം ക്വിൻസി രഹസ്യമായി കിറ്റിയോട് ഈ മാരിസുമായിട്ടുള്ള അവന്റെ റിലേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കിറ്റി ആകട്ടെ മാരിസിന് ഇപ്പൊ നീ ജിന്നിനെ ഡേറ്റ് ചെയ്യാണെന്ന് അറിയാം, എന്തായാലും അതൊരു അവസരമാക്കി എടുത്ത് തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തോ, ജിന്നുമായിട്ടുള്ള നിന്റെ റിലേഷൻ നല്ല രീതിയിൽ പോവാ, അത് വെറുതെ അനാവശ്യമായിട്ട് കുളമാക്കാൻ നിൽക്കരുത് എന്നൊരു വാർണിംഗ് നൽകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കിറ്റി യൂറിയെ കാണുമ്പോൾ എന്റെ അമ്മയ്ക്ക് ഇപ്പൊ കാശ് ഒന്നുമില്ല, എല്ലാം ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്, എന്റെ ഫീസൊക്കെ അഫോർഡ് ചെയ്യാൻ പാടായത് കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന യൂറി പറയുമ്പോൾ യൂറിക്ക് ഒരുപാട് ഡിസൈനർ ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്. അമ്മയുടെ കാശിന് യൂറി അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ വിറ്റാല് അത്യാവശ്യം ഫണ്ട് കിട്ടുമല്ലോ. മോറിസ് ഒരു പാർട്ടി നടത്തുന്നുണ്ട്, അതിലൊരു പോപ്പപ്പ് സ്റ്റോൾ ഇട്ട് ആ ഒരു ഡിസൈനർ ഡ്രസ് ഒക്കെ വിൽക്കാൻ നോക്കുന്ന കിറ്റി ഒരു ഐഡിയ കൊടുക്കുമ്പോൾ ആദ്യം യൂറിക്ക് ഒരു മടി ഉണ്ടെങ്കിലും പിന്നീട് അതിന് തയ്യാറാവുന്നു. ഇതിന്റെ ഇടയിൽ ജിന്നും താനും തമ്മിലുള്ള റിലേഷൻ നന്നായി മുന്നോട്ട് പോകുന്ന ആ ഒരു ടീം മാരിസിന്റെ ഇങ്ങോട്ടുള്ള വരവ് വീണ്ടും പ്രശ്നങ്ങൾ ആവാതിരിക്കാനായി അവനോട് റൂം മാറിക്കൂടെയെന്ന് ക്വിൻസി തിരക്കുന്നുണ്ടെങ്കിലും ക്വിൻസിയെ ഭയങ്കര പുച്ഛിച്ച് കളിയാക്കി റൂം മാറില്ല എന്ന് തന്നെയായിരുന്നു മാരിസിന്റെ നിലപാട്. ഇതറിയുന്ന കിറ്റി ക്വിൻസിയെ സഹായിക്കാനായി തീരുമാനിക്കുന്നു. അപ്പോഴേക്കും പാർട്ടി സ്റ്റാർട്ടായി നന്നായി തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. യൂറി അവിടെ സ്റ്റോളിട്ട് അവളുടെ എക്സ്പെൻസീവ് ആയ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്നു. മിൻഹോ പാർട്ടിക്ക് ഡെയിലി ഡ്രിങ്ക്സ് അടിക്കാതെ സൺറൈസ് കാണാനായി കിറ്റിയുടെ കൂടെ പോകണം എന്ന രീതിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മനസ്സിലാക്കുന്ന മാരിസ് അവിടെ എല്ലാവരെയും ഡ്രിങ്ക്സ് അടിപ്പിച്ച് കിടത്താനായി ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോഴേക്കും കിറ്റി ആകട്ടെ മാരിസുമായിട്ട് ഒരു ചലഞ്ച് വെക്കുന്നു. ഡ്രിങ്ക്സ് അടി മത്സരം നടത്താം, അതിൽ ഞാനാ ജയിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന കണക്ക് നീ ചെയ്യണമെന്ന്, അവനെ കൊണ്ട് റൂം മാറ്റിക്കണം എന്നതാണ് അതിലൂടെ ജയിച്ച് കിറ്റി ചെയ്യാനേ ആഗ്രഹിക്കുന്നത്. എന്തായാലും അങ്ങനെ ഇവിടെ മത്സരം നടക്കുമ്പോഴേക്കും ജീവോൻ അങ്ങോട്ടേക്ക് എത്തി ഇങ്ങനൊരു മത്സരം നടത്തുന്നതിന്റെ പേരിൽ അവരെ ശകാരിക്കുകയും അത് സ്റ്റോപ്പ് ചെയ്യാനേ പറയും, ഇല്ലെങ്കിൽ ഇത് പ്രൊഫസറിനെ അറിയിക്കും എന്നൊക്കെ പറയുമ്പോൾ കിറ്റിക്ക് അതിൽ തോക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും കിറ്റി കാരണമാണ് ഇപ്പൊ ഈ ഒരു പാർട്ടി കുളവായെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ മാരിസ് ആകട്ടെ കിറ്റിയോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും യൂറി സ്റ്റോൾ നല്ല സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുവരുന്നു. എല്ലാ സാധനങ്ങളും വിറ്റുപോകുന്നുണ്ട്. യൂറിക്ക് വളരെ ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഷൂസ് ഉണ്ട്, അത് ജൂലിയാനയുമായിട്ടുള്ള ബ്രേക്കപ്പ് സമയത്ത് തനിക്ക് ആശ്വാസമായ ഷൂസ് എന്നാണ് യൂറി അതിനെ കാണുന്നത്. പക്ഷെ ആ ഷൂസും കൂടി വിറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വിറ്റ് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ യൂറിക്ക് അതിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. അവളുടെ ഫീസ് അടയ്ക്കാനൊക്കെ ഇനി ഇപ്പൊ ഈസി ആയി നടക്കും. എന്തായാലും അങ്ങനെ പാർട്ടി കുളമായത് താൻ കാരണമാണെന്ന് മാരിസ് പറഞ്ഞതിന്റെ ഒക്കെ പേരിൽ അപ്സെറ്റ് ആയിരിക്കുന്ന കിറ്റിയെ കാണാനായി മിൻഹോ ചെല്ലുന്നുണ്ട്. ഞാൻ നീയുമായിട്ടൊന്ന് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുന്നില്ല, നീയും എന്നോട് വേണ്ട രീതിയിൽ സംസാരിക്കാൻ ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്ന് പറഞ്ഞ് മിൻഹോയെ കാണുമ്പോൾ കിറ്റി വളരെ ഇമോഷണൽ ആവുന്ന ടീം മിൻഹോ അവളോട് അവളെ വളരെ ഇഷ്ടമാണെന്നും സമ്മറിൽ ആ ഒരു വേൾഡ് ടൂർ പോയ ടീം താൻ വേറെ ആരുമായി ഒരു കമ്പനിയും കൂടിയിട്ടില്ലെന്നും തന്റെ മനസ്സിൽ അവൾ തന്നെ ആയിരുന്നെന്നും പറയുമ്പോൾ കിറ്റി അത് പക്ഷെ അത്രയങ്ങ് സന്തോഷിപ്പിക്കുന്ന കണക്കില്ല. അവളൊരു അപ്സെറ്റ് ആയ കണക്ക് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ലല്ലോ, അവളുടെ പഠനത്തിന്റെ ചില കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അവൾക്കുണ്ട്. ഒരു ഇലക്ടീവ് എടുത്താലേ ഫൈനൽ ഗ്രേഡ്സ് അപ്പാവുള്ളൂ എന്ന് പ്രൊഫസർ പറഞ്ഞുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാണ്ട് അവൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൊറിയൻ ലിറ്ററേച്ചർ കിറ്റിക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം അവളാകട്ടെ ഉറങ്ങാനായി കിടക്കുന്ന ടീം ചറബ്ര ഫോണിൽ മെസ്സേജ് വരുന്നത്
പറയുന്നത് കേട്ട് വെളുപ്പിനെ തന്നെ ഉണരുന്നുണ്ട്. നോക്കുമ്പോൾ യൂറിയുടെ മെസ്സേജാണ്. റൂഫ് ടോപ്പിലേക്ക് വരാനായി പറയുന്നു. നോക്കുമ്പോൾ കിറ്റി കാണാൻ ആഗ്രഹിച്ച ആ ഒരു സൺറൈസ് കാണാനായി കുറച്ച് പേര് അവിടെ കൂടി നിൽക്കുന്നുണ്ട്. യൂറിയും ഡേയും ക്യൂവും മാരിസും മിൻഹോയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കിറ്റി ആണെങ്കിൽ വളരെ ഹാപ്പിയാണ് ആ ഒരു സൺറൈസ് കാണാനായി സാധിച്ചതിൽ. അവളുടെ പ്രിയപ്പെട്ട ആളുകളും അടുത്ത് തന്നെ ഉണ്ടല്ലോ. ഇതിന്റെ ഇടയിൽ ആ ഇമോഷണലി വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഷൂസ് വേറെ വഴിയില്ലാണ്ട് യൂറിക്ക് വിൽക്കേണ്ടി വന്നെങ്കിലും അത് വാങ്ങിച്ചോണ്ട് പോയ ആളിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു വാങ്ങിച്ച് യൂറിക്ക് ഡേ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഹാപ്പിയായി നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ ക്വിൻസിയെ അപ്സെറ്റ് ആക്കുന്ന കണക്ക് മാരിസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിവീൽ ചെയ്യും, എല്ലാവരുടെ മുന്നേ അറിയിക്കും, ജിന്നിനെ അറിയിക്കും എന്നുള്ള രീതിയിൽ മൊന വെച്ച് സംസാരിച്ച് അവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി കിറ്റിക്ക് വേണ്ടി മിൻഹോ ആണ് ഈ ഒരു സൺറൈസ് പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്തത്. എന്തായാലും അവൾ ഒരുപാട് ഹാപ്പിയാണ്. അവിടെ നിന്ന് രണ്ടുപേർക്കും സംസാരിക്കാനായി ഒരു അവസരം കിട്ടുന്നുണ്ട്. രണ്ടുപേരും അവരുടെ ഇടയിൽ ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പരസ്പരം വീണ്ടും ഇഷ്ടമാണെന്നത് വെളിപ്പെടുത്തി റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായി തീരുമാനിച്ച് അവിടെ ഒരു കിസ് അടിക്കുന്നുണ്ട്. എല്ലാവരും ആ കിസ് കണ്ട് ഹാപ്പി ആവുന്നുണ്ട്. ഇവിടെ കിറ്റിയുടെയും മിൻഹോയുടെയും റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ സീനിയർ ഇയറും ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാനായി പോവാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ പോകുന്ന നല്ലൊരു വർഷത്തിന് വേണ്ടി എല്ലാവരും ടോസ് ചെയ്ത് അങ്ങനെ ഹാപ്പി ആയി നിൽക്കുന്ന ആ ഒരു ടൈം ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുകയായിരുന്നു മാരിസ്. അവൻ മാറി നിന്ന് ഗിഗി എന്ന ആരെയോ ഫോൺ ചെയ്ത് നീ സോളിലുണ്ടെന്ന് കേട്ടല്ലോ, എനിക്കിതിനെ എത്രയും പെട്ടെന്നൊന്ന് കാണണം, മിൻഹോയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തോന്ന് ഈ ഒരു സന്തോഷമൊക്കെ കലക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ മിൻഹോയും കിറ്റിയും അവരുടെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് കാണുന്നത്. മിൻഹോയെ കിറ്റിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അറിയാലോ, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ. പക്ഷെ ഇപ്പോൾ ബോയ് ഫ്രണ്ടായി അവൾ കൂടുതൽ അവനെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ വളരെ ക്യൂട്ടായിട്ടൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിറ്റി എടുത്തേക്കുന്ന എലക്റ്റീവ് കൊറിയൻ ലിറ്ററേച്ചർ ആണ്. അത് പഠിപ്പിക്കുന്നത് കിറ്റിയുടെ കസിനായ ജീവോൺ തന്നെയാണ്. അടുത്ത വീക്കെൻഡിലേക്ക് ഒരു വലിയ അസൈൻമെന്റ് ജീവോൺ കൊടുത്തിട്ടുണ്ട്. കിറ്റി അതിൽ നിന്നൊരു എക്സ്ക്യൂസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. കാരണം വീക്കെൻഡിൽ മിൻഹോയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന രീതിക്ക്. പക്ഷെ ജീവോൺ കസിൻ എന്ന ഒരു പരിഗണനയും കിറ്റിക്ക് കൊടുക്കുന്നില്ല. എന്തായാലും അവരത് സംസാരിച്ച് ക്ലാസ്സിൽ നിൽക്കുമ്പോഴേക്കും ജീവോണിന് അലക്സ് വന്നുകൊണ്ട് സംസാരിക്കുന്നു. ജീവോണിനെ കാണുമ്പോഴുള്ള അലക്സിന്റെ ആ ഒരു പരുങ്ങലും ഒക്കെ കാണുമ്പോൾ കിറ്റിക്ക് അലക്സിന് ജീവോണിന് താല്പര്യം ഉണ്ടെന്നും പക്ഷെ ജീവോണിന് ആ താല്പര്യം തിരിച്ച് അലക്സിനോട് ഇല്ല എന്നും മനസ്സിലാവുന്നുണ്ട്. ഇവരെ തമ്മിൽ എങ്ങനെയും കോർത്ത് വിട്ടാല് തനിക്ക് ചിലപ്പോ ഒന്ന് എസ്കേപ്പ് ആവാനുള്ള ചാൻസ് ഒക്കെ ജീവോണിന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് കിറ്റിക്ക് തോന്നുന്നു. കിറ്റി അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ എന്തായാലും അതിനുശേഷം കിറ്റിയും മിൻഹോയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. കിറ്റിയെ കൊറിയൻ ലിറ്ററേച്ചർ പഠിപ്പിക്കാനായി മിൻഹോ അടുത്തിരുന്ന് ഇങ്ങനെ സഹായിക്കുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വർഗത്തിലേക്കുള്ള കട്ടുറുമ്പായി അവളുടെ വരവ്. അതായത് ഗിഗി. മാരിസ് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നില്ല ഗിഗിയോട് നീ ഇവിടേക്ക് വരണം, ചില ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതേ ഗിഗി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വെച്ച് മിൻഹോ ഗിഗിയെ കണ്ട് സത്യം സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. ഈ സമയത്താണ് ഗിഗി മിൻഹോയുടെ ഫസ്റ്റ് ലവ് ആണെന്നും ഇപ്പൊ അവർ റിലേഷൻഷിപ്പിലല്ല എങ്കിൽ പോലും ഇവർ കണ്ടുമുട്ടിയ സ്ഥിതിക്ക് ഒന്നിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന രീതിക്കൊക്കെ മാരിസ് പറയുമ്പോൾ കിറ്റിക്ക് ടെൻഷൻ ആവുന്നു. കാരണം മിൻഹോ ഇപ്പോ യൂനിസിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് മിൻഹോയുടെ അച്ഛൻ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. യൂനിസിന്റെ ആൽബം ഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ വേണ്ടി കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് ഈസ് എന്ന വലിയൊരു ഡിസൈനർ ആണ് നിന്നിരുന്നത്. അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഗിഗി ഇപ്പൊ ആ ഒരു വർക്ക് ഏറ്റെടുത്താണ് ഇങ്ങനെ ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മിൻഹോയും ഗിഗിയും കൂടുതൽ കണ്ടുമുട്ടി സംസാരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്നവൾ സത്യത്തിൽ കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ മിൻഹോയുടെ കൂടെ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്ന കിറ്റി ഒരു ഡേറ്റിന് വേണ്ടി മിൻഹോയെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഒഴിവാക്കാൻ പറ്റാതെ ഒരു മീറ്റിംഗ് ഗിഗിയുമായി മിൻഹോയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ കിറ്റിയോട് ഡേറ്റിന് വരാൻ പറ്റില്ല എന്ന് അറിയിക്കുമ്പോൾ അവൾ കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ട്. അവളാകട്ടെ ഗിഗിയും മിൻഹോയും മുന്നേ റിലേഷൻഷിപ്പിലായിരുന്നില്ല. അതുകൊണ്ട് സത്യത്തിൽ അവൾക്ക് ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരു റിലേഷനെ ആ പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ബാധിക്കുമോ എന്ന് പേടിയുണ്ടെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാര്യ, ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്നെയാ, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ടാന്ന് മിൻഹോ അവളെ അഷ്യൂർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു അക്വേറിയത്തിന്റെ അവിടെ വെച്ചാണ് യൂനിസിന്റെ വീഡിയോ ഷൂട്ട് ഉള്ളത്. അവിടെ മിൻഹോയും ഗിഗിയും ഒക്കെ ഉണ്ടാവുന്ന അറിയാവുന്ന കിറ്റി താനും അവിടെ വേണമെന്ന് പ്ലാൻ ചെയ്യാണ്. ഇതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഗിഗിക്ക് ഒരു അസിസ്റ്റന്റിനെ വേണം ആ ഒരു പൊസിഷനിലേക്ക് യൂറിയോട് പോകാനായി കിറ്റി പറയുന്നു. കാരണം യൂറിക്ക് ഇപ്പൊ കാശിനൊക്കെ ആവശ്യമുണ്ടല്ലോ, അപ്പൊ ഒരു ആവശ്യത്തിന് അത് ഉപകരിക്കട്ടെ എന്ന രീതിക്ക്. കൂടാതെ യൂറിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയ ജൂലിയാനയുടെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ആയ പ്രവീണ യൂറിയുടെ അടുത്ത് വന്ന് സംസാരിച്ച് നമുക്കിടയിലെ ഓക്വേർഡ്നെസ് വേണ്ട അതങ്ങ് വിട്ടേക്കുന്ന രീതിക്കൊക്കെ പറഞ്ഞു പോകുമ്പോൾ യൂറിക്ക് പക്ഷെ അത് അങ്ങനെ അത്രയ്ക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇവരെ എപ്പോഴൊക്കെ ഒന്നിച്ച് കാണുമ്പോഴും യൂറിക്ക് സത്യത്തിൽ ഈ ജൂലിയാനെ നഷ്ടപ്പെട്ട തന്നെ സങ്കടമൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ജീവോണിനെ എങ്ങനെ ഒന്ന് ബിസി ആക്കാം, അലക്സുമായി എങ്ങനെ ഒന്ന് കോർത്ത് വിടാമെന്ന രീതിക്ക് ആലോചിച്ച് കിറ്റി ജീവോണിനോട് പല പ്രലോഭനങ്ങൾ വെക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ജീവോൺ വീഴാത്ത സ്ഥിതിക്ക് അക്വേറിയത്തിന്റെ അവിടെ കൊണ്ടുപോയി ഒരു അക്വേറിയം ഡേറ്റ് കൊടുത്താല് ജീവോൺ അതിൽ അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് ഈ വീക്കെൻഡ് ഒന്ന് അക്വേറിയം കാണാൻ പോയാലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ജീവോൺ ചെല്ലുന്നുണ്ട്. അതേ സ്ഥലത്തേക്ക് തന്നെ അലക്സിനെയും തന്ത്രപരമായി എത്തിക്കുന്ന കിറ്റി അവരെ രണ്ടുപേരും കൂടി എങ്കിൽ ശരി നിങ്ങൾ ഇതൊക്കെ കണ്ണു നടക്കെന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ വിട്ടിട്ട് നേരെ മിൻഹോയുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ഗിഗിയും മിൻഹോയും അവരുടെ വർക്ക് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ഒന്നിച്ചുണ്ട്. ഒപ്പം തന്നെ അവർ കൊറിയയിലാണ് സംസാരിക്കുന്നത്. കിറ്റിക്ക് സത്യം പറഞ്ഞാൽ ഇവരെന്താണ് ഈ പറയുന്നത്
പറയുന്നതെന്ന് പോലും മനസ്സിലാവാതെ അവിടെ അങ്ങനെ ഒരു ഇരിപ്പിരിക്കേണ്ടി വരുമ്പോൾ ആകെ അവൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മാരീസ് ആയിട്ട് ഇവര് തമ്മിൽ എന്ത് ചേർച്ചയാണെന്നൊക്കെ അവർ കേൾക്കാതെ മാറി നിന്ന് കിറ്റിയോട് അവളെ കൂടുതൽ എരുതിയിൽ എണ്ണ കോരി ഒഴിച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ആകെ അപ്സെറ്റ് ആയി. കിറ്റി അവിടെ ഇരിക്കുമ്പോഴേക്കും ക്വിൻസി കിറ്റിയോട് എന്ത് പറ്റി, നീ എന്ത് സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ കാര്യങ്ങൾ പറയുന്നു. മാരീസ് വഴിയാണ് കിറ്റിക്ക് ഗിഗിയുടെ കാര്യം മനസ്സിലായതെന്നും ആ കാര്യത്തിൽ മാരീസ് വീണ്ടും വീണ്ടും അവളെ ടെൻഷൻ ആക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ക്വിൻസി അവന്റെ സ്വഭാവത ബാക്കിയുള്ളവരുടെ സീക്രറ്റ്സ് മനസ്സിലാക്കി അവരോട് അത് പറഞ്ഞ് സ്വസ്ഥത കളയലാണ് അവന്റെ പരിപാടി. ഞാൻ പണ്ട് അവന് ഞാനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പോൾ എന്റെ ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുത്തിരുന്നു. കുറച്ച് പ്രൈവറ്റ് ആയ ഫോട്ടോയാണ്, അവനത് ഡിലീറ്റ് അടിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും എനിക്കതിൽ തീരെ വിശ്വാസമില്ല. ഇപ്പൊ അവൻ ആ ഒരു കാര്യം വെച്ച് എന്റെയും ജിന്നിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്റെ പേടിയെന്നല്ല ക്വിൻസി പറയുമ്പോൾ അത് വലിയ കുഴപ്പമാണ്, എങ്ങനെങ്കിലും ആ ഫോട്ടോ വാങ്ങിച്ച് ഡിലീറ്റ് അടിച്ച് കളയണമെന്ന് കിറ്റി ക്വിൻസിയോട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മാരിസ് മനഃപൂർവ്വം തന്റെ മനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവൾ അങ്കി അവന്റെ ആ ഒരു തന്ത്രത്തിന് ഞാൻ വീണ് കൊടുക്കില്ല, ഞാൻ കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും, മിൻഹോ എന്റേതാണെന്ന് പറഞ്ഞ് കുറച്ച് ബോൾഡ് ആവാനായി നോക്കുന്നുണ്ട്. ആക്ച്വലി ക്വിൻസിയെ തനിക്കുള്ള റിലേഷൻഷിപ്പ് മറച്ചു വെച്ച് മാരിസ് പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വിൻസിക്ക് ഇവനൊരു ചതിയനാണ്, അവൻ ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ മിടുക്കനാണ് എന്ന് നന്നായിട്ട് അറിയാം. എന്തായാലും ക്വിൻസി ആയിട്ട് മാരിസിന്റെ ഫോൺ തന്ത്രപരമായി കൈക്കലാക്കാനായി അവിടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ബാക്കിയുള്ളവർ ഫോൺ യൂസ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്, അതുകൊണ്ട് എല്ലാവരുടെയും ഫോൺ വാങ്ങുന്നു എന്ന രീതിക്ക് കൈക്കലാക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഫോട്ടോ ആ ഫോണിൽ കണ്ടെടുക്കാനായി ക്വിൻസിക്ക് സാധിക്കുന്നില്ല. കാര്യം മനസ്സിലാക്കുന്ന മാരിസ് ഞാൻ ആ ഫോട്ടോ ഓൾറെഡി ഡിലീറ്റ് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല, എന്റെ റിലേഷൻഷിപ്പിൽ കുളമാക്കാനായി നീ ശ്രമിക്കരുത്, ഞാനുമായിട്ട് ഒരു അകലം പാലിച്ചു നിന്നു എന്ന് അവനെ താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കിറ്റി ആകട്ടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന രീതിക്ക് അവിടെ ഓടി നടന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കുളമാവുകയാണ്. അവൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കി ഷൂട്ടിങ്ങിന് ഇടയിൽ ഉണ്ടായിരുന്ന യൂനിസ് ധരിച്ചിരുന്ന ഡ്രസ്സിലേക്ക് ഒരു ജ്യൂസ് അറിയാതെ ഒഴിക്കുകയും ആ ഒരു ഡ്രസ്സ് ഇപ്പോൾ നഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമെന്ന് ക്രൂ ആകെ ടെൻഷൻ ആകുമ്പോഴേക്കും യൂറി തന്ത്രപരമായി അതിൽ ഇടപെട്ട് ആ ഒരു ഡ്രസ്സ് റെഡി ആക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഗിഗി ഭയങ്കരമായി ഇംപ്രസ്ഡ് ആവുന്നു. അങ്ങനെ ഗിഗി വഴി യൂറിക്ക് ഈസുവിന്റെ ഒരു ഇന്റർവ്യൂവിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഈ ഷൂട്ടിംഗ് ഒക്കെ തീരുമ്പോഴേക്കും ആ ഒരു ഹാപ്പിനെസ് പ്രവീണയെ കാണുമ്പോൾ പ്രവീണയോട് ഭയങ്കര കാര്യത്തിൽ യൂറി പോയി സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന ജൂലിയാനിക്ക് ഇവർ തമ്മിൽ കൂട്ടായോ എന്ന് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ഷൂട്ടിങ്ങിന്റെ അതേ സ്ഥലത്ത് ഡേയും ഉണ്ടായിരുന്നു. ഡേക്ക് യൂനിസിനോട് സംസാരിച്ച് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിലും യൂനിസ് അതിനിടയ്ക്ക് ഒരു സാഹചര്യവും നൽകിയില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞു നോക്കുമ്പോഴേക്കും യൂനിസിനെ കാണുന്നില്ല. മിൻഹോയോട് തിരക്കുമ്പോൾ അറിയില്ല ഇനി യൂനിസിന്റെ കൂടെയുള്ള ആക്ടർ തേഹോയുമായി അവൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. കാരണം അവരൊക്കെ വേൾഡ് ടൂറിന് ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ടെന്ന് മിൻഹോ പറയുമ്പോൾ ഡേ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഇടയിൽ കിറ്റി ആകട്ടെ ഗിഗിയുടെ കാര്യത്തിൽ ആകെ ടെൻഷനിലാണെന്ന് മനസ്സിലാക്കുന്ന മിൻഹോ വീണ്ടും അവളോട് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് സംസാരിക്കുകയും അവൻ അവളെയാണ് ഇഷ്ടമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ജീവോനും അലക്സും ഡേറ്റിലായതുകൊണ്ട് തന്നെ തനിക്ക് വീക്കെൻഡ് കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള 10 പേജ് കൊറിയൻ ലിറ്ററേച്ചർ എസ്സേയുടെ ആ ഒരു കാര്യത്തിൽ ജീവൻ എന്തെങ്കിലും എക്സ്ക്യൂസ് തരുമെന്നൊക്കെ കിറ്റി ഭയങ്കരമായി ദിവാസ്വപ്നം കാണുന്നുണ്ടെങ്കിലും അതൊന്നും നടന്നില്ല. ഡേറ്റ് കുളമാവുകയും ആകെപ്പാടെ കലിപ്പായിട്ടുണ്ടായിരുന്ന ജീവോൺ കിറ്റിയോട് യാതൊരുവിധ എക്സ്ക്യൂസും കരുതണ്ട, പഠിക്കാൻ വന്നാൽ പഠിക്കണം, പഠിത്തത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയാണല്ലോ, മര്യാദയ്ക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ എസ്സേ സബ്മിറ്റ് ചെയ്തേക്കാനായി താക്കീത് കൊടുക്കുമ്പോൾ കിറ്റി ആകെ പെട്ട അവസ്ഥയിരിക്കാണ്. ആവശ്യമില്ലാതെ ഓരോ പണി ഒപ്പിച്ചു. മിൻഹോ തന്നെ തന്നെയാണ് ഇഷ്ടമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. വെറുതെ ടെൻഷൻ കയറി ഇരുന്ന് പഠിക്കേണ്ട സമയത്ത് അവിടെ പോയി ഓരോ പ്രശ്നം ഉണ്ടാക്കി ഒന്നും വേണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ് കിറ്റി നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിറ്റി അവളുടെ കൊറിയൻ ലിറ്ററേച്ചർ ടെസ്റ്റ് എടുക്കുന്നതാണ്. ടെസ്റ്റിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന ഭയങ്കര ഒരു നെർവസ്നെസ് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം അവളുടെ മുഖത്തുണ്ട്. കാരണം ഇതിന്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും അവൾക്ക് ഗ്രാജുവേഷൻ കിട്ടുമോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ നന്നായി പാസ്സായില്ലെങ്കിൽ കിറ്റിക്ക് അടുത്ത വർഷം ഇവിടെ പഠിക്കാനേ പറ്റില്ല, അവൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും, ഇവിടെ ഒന്നും അവൾക്ക് അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ട് ആ ടെൻഷൻ അവൾക്കുണ്ട്. ഇതിന്റെ ഇടയിൽ യൂറി ആകട്ടെ യൂറിയുടെയും കിറ്റിയുടെയും അമ്മമാര് പ്രൊഫസർ ലീയുടെ കൂടെ പണ്ട് അവർ ഒന്നിച്ച് പഠിച്ചിരുന്ന ടീം ലോട്ടെ വേൾഡിലെ കൊറിയയിലെ വളരെ ഫേമസ് ആയ അമ്യൂസ്മെന്റ് പാർക്ക് അവിടെ ഒരു റോളർ കോസ്റ്റർ റൈഡ് എടുത്തിരുന്നപ്പോഴത്തെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. യൂറിക്ക് അമ്മ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ടീം കിട്ടിയ ഫോട്ടോ ആണിത്. ഇത് കാണിക്കുമ്പോൾ കിറ്റി ഈ ഒരു ഫോട്ടോ നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോഴാണ് പ്രൊഫസർ ലീ ഈ സീനിയർ സ്റ്റുഡൻസിനെ ഫീൽഡ് ട്രിപ്പ് കൊണ്ടുവന്ന കാര്യം അറിയിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു ഷൂ ഫാക്ടറിയിലേക്ക് പോകാം എന്നാണ്. പക്ഷെ ആ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തി കിറ്റി ലോട്ടെ വേൾഡിലേക്ക് പോകാം, അവിടെ പോയാൽ ഒത്തിരി നടക്കാനുണ്ട്, അതൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്, അവിടുത്തെ റൈറ്റ്സ് ഒരു ഫിസിക്സ് ക്ലാസ് നൽകുന്ന കണക്കാണ് എന്ന് ഡേ കിറ്റിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. കൂടാതെ അത് നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജി പഠിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മിൻഹോ കിറ്റിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി പ്രിൻസിപ്പലിനെ ഇങ്ങനെ ലോട്ടെ വേൾഡ് ഫീൽഡ് ട്രിപ്പ് പോകാന്ന് പറഞ്ഞ് എരിവരി കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സമ്മതിക്കാതിരുന്ന അദ്ദേഹം കിറ്റി പോയി അവരുടെ ആ പഴയ ഫോട്ടോ കാണിക്കുമ്പോൾ ശരി അങ്ങോട്ടേക്ക് തന്നെ പോകാന്ന് അദ്ദേഹം ഇവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഹാപ്പിയായി അവർ ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂറിക്ക് ഇസുവിന്റെ കൂടെ അവളിപ്പോ ഒരു പാർട്ട് ടൈം ജോലി ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റേൺഷിപ്പ്, അവിടെ ചെറിയ രീതിക്ക് കാശ് കിട്ടുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജൂലിയാനെ കാണുമ്പോൾ പറയുന്നുണ്ട്. ജൂലിയാന അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ പ്രവീൺ ഇവിടെ ഇല്ല, മറ്റെവിടേക്ക് ഒരു ആവശ്യത്തിനും പോയിരിക്കുകയാണ്.
പ്രവീണ യൂറിയുമായി നല്ല കമ്പനിയാണെന്ന് മനസ്സിലായിരിക്കുന്ന ജൂലിയാന നിങ്ങൾ ഫ്രണ്ട്സ് ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും യൂനിസിന്റെ പുതിയ വീഡിയോ ടോപ്പ് 10 എത്തിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു. അവളുടെ മാനേജറായി ഇപ്പൊ കൂടെ നിൽക്കുന്ന മിൻഹോയും വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ ഇവർ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് അവരുടെ ഫീൽഡ് ട്രിപ്പിന് ലോട്ടെ വേൾഡിലേക്ക് ചെല്ലാണ്. യൂനിസ് ഇപ്പൊ ഒരു K-pop ഐഡൽ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്. കുറെ ഫാൻസിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. VIP ട്രീറ്റ്മെന്റ് ആണ് അവൾക്ക് അവിടെ കിട്ടുന്നത്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഇൻചാർജ് ആയി പോയിരിക്കുന്നത് അലക്സും ജീവോനും ആണ്. എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഈ ലോട്ടെ വേൾഡിൽ എത്തുമ്പോൾ പല ടൈപ്പ് സ്കൂൾ യൂണിഫോംസ് അവിടെ റെന്റിന് കിട്ടും. അതിട്ട് ഫോട്ടോ എടുത്ത് സ്കൂൾ കാലഘട്ടത്തിലെ മെമ്മറീസ് അഡൽസിന് റീക്രിയേറ്റ് ചെയ്യാം. ജീവോൺ ആദ്യം മസിൽ പിടിക്കുന്നുണ്ട്, നമ്മളിവിടെ കുട്ടികളെ നോക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അലക്സ് അവര് കൊച്ചു കുട്ടികളല്ല, അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം, നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് റൈഡ്സ് ഒക്കെ കയറി എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവര് കൊച്ചു കുട്ടികളല്ല, ടീനേജേഴ്സ് ആണ്, അതാണ് എന്റെ പേടിയെന്നും പറഞ്ഞ് ജീവൻ കുറച്ച് ജാടൊക്കെ ഇട്ട് മസിൽ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ ലാസ്റ്റ് അലക്സിന്റെ കൂടെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് കുട്ടികളെ പോലെ റൈഡ്സിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി റോളർ കോസ്റ്റർ റൈഡിൽ കയറുന്ന കാര്യം പറയുമ്പോൾ കിറ്റി വളരെ നെർവസ് ആവുന്നുണ്ട്. അയ്യോ നമ്മുടെ ഒക്കെ കാലഘട്ടത്തിലേ ഉള്ള റൈഡാണിത്, ഇത് കയറിയാൽ ശരിയാവുമെന്നൊക്കെ കിറ്റി പറയുമ്പോൾ അതിന് എരിവിരി കെട്ടുന്ന രീതിയിൽ മാരിസ് ആയിട്ട് അതെ ജാംബവാന്റെ കാലത്തുള്ള ഈ റൈഡിൽ കയറി ജീവൻ കളയാൻ ഞാനില്ല, എത്ര പേരാ അമ്യൂസ്മെന്റ് പാർക്കിൽ ഇതുപോലത്തെ റൈഡ്സിലൊക്കെ കയറി ദിവസം മരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവളെ കൂടുതൽ പേടിപ്പിക്കുമ്പോൾ കിറ്റി ഫോട്ടോ എടുക്കാൻ പോയിട്ട് അതിന്റെ അടുത്ത് പോകാൻ പോലും റെഡി ആവുന്നില്ല. എന്തായാലും ബാക്കിയുള്ള റൈഡ്സിലൊക്കെ കയറി പതിയെ ഈ ഡിഗ്രി കൂടിയ റോളർ കോസ്റ്ററിൽ കയറാന്നൊക്കെ മിൻഹോ കിറ്റിയെ പതിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ക്വിൻസിയും ജിന്നും തമ്മിൽ നല്ല അടുപ്പാണെന്ന് അവിടെ വെച്ച് കണ്ടു മനസ്സിലാക്കുന്ന മാരീസ് അത് കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അപ്പോഴേക്കും ഹൊറർ റൂമില് കിറ്റി മിൻഹോയും കയറുമ്പോൾ ആദ്യം കിറ്റി കുറച്ച് നെർവസ് ആണെങ്കിലും ലാസ്റ്റ് അവിടെയുള്ള പ്രേതവേഷധാരികളെ പോലും പേടിപ്പിക്കുന്ന രീതിയിൽ കിറ്റി അവിടെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. റോളർ കോസ്റ്ററിൽ കയറാനായി ഇവർ ലൈൻ നിൽക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ആയി എന്ന കാര്യം അറിയുന്നത്. ഡേ എടുത്ത് നോക്കുമ്പോൾ അവൻ എല്ലാത്തിനും A ഗ്രേഡ് ഉണ്ട്. അവൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. ബാക്കിയുള്ളവരും പാസ് ആയതായിട്ടൊക്കെ കാണുന്നുണ്ട്. കിറ്റിക്കാണെങ്കിൽ ഗ്രേഡ് നോക്കാനേ പേടിയാവുന്നു. കൊറിയൻ ലിറ്ററേച്ചറിലൊക്കെ മാർക്ക് കുറയാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് അവൾക്ക് വലിയ പേടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മാർക്ക് വന്ന് അത് നോക്കാനുള്ള പേടിയും ടെൻഷനും ഒക്കെ കാരണം അവൾ റൈഡിൽ കയറാതെ മിൻഹോയുടെ റൈഡിൽ കയറ്, ഞാൻ കാരണം നീ കയറാതിരുന്ന എനിക്കത് സങ്കടാവും, നീ കയറി എൻജോയ് ചെയ്യും, ഞാൻ ആ വെളിയിൽ കാത്തിരിക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തെത്തുന്ന അവൾ മാരിയസിനെ കാണുന്നു. നീ എന്താ റൈഡിൽ കയറാത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ജാംബവാന്റെ കാലത്ത് റൈഡിൽ കയറാൻ എനിക്ക് താല്പര്യമില്ലാന്ന് മാരിയസ് പറയുമ്പോൾ കിറ്റിയും മാരിസും അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർക്കിടയിലെ മഞ്ഞുരുകുന്നുണ്ടായിരുന്നു. മാരിസ് കിറ്റിക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയതൊക്കെ ക്വിൻസിയുടെ കൂടെ ചേർന്ന് കിറ്റി മാരിസിന് പണി കൊടുത്തതുകൊണ്ടാണെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ ക്വിൻസി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവനെ സഹായിക്കാനാണ് നോക്കിയത്, അല്ലാതെ നിനക്ക് പണി തരാൻ വേണ്ടി നമ്മൾ തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ എന്ന് കിറ്റിയും പറയുന്നു. എന്തായാലും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കിറ്റിക്ക് എന്തു തന്നെയാണെങ്കിലും ഈ ഒരു റിസൾട്ട് എപ്പോഴായാലും താൻ നോക്കണ്ട, അപ്പോൾ ഇപ്പോഴേ നോക്കി വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണ്ടെന്ന് കരുതി അവൾ തുറന്നു നോക്കുമ്പോഴേക്കും എല്ലാത്തിനും അവൾ പാസ് ആയിട്ടുണ്ടായിരുന്നു. വളരെ ഹാപ്പി ആകുന്ന അവൾ വേഗം തന്നെ മിൻഹോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവർ ആ റൈഡിൽ കയറാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. മിൻഹോ പക്ഷെ കിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒന്നും അടിച്ചു നിൽക്കുകയാണ്, ബാക്കിയുള്ളവർ കയറിയിരിക്കുകയാണ്. കിറ്റി താൻ പാസ്സായെന്ന കാര്യം പറയുമ്പോൾ ഈ കാര്യം കൊണ്ടല്ലേ റൈഡിൽ നിന്ന് മാറി നിന്നത്, വാ നമുക്ക് കയറാന്ന് പറഞ്ഞ് കിറ്റിയുമായി കയറുന്നു. അങ്ങനെ കിറ്റി ഹാപ്പിയായി ഫ്രണ്ട്സിന്റെ കൂടെ റൈഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ഫോട്ടോയും എടുക്കുന്നു. അങ്ങനെ റൈഡ് കഴിയുമ്പോഴേക്കും യൂനസ് ആകെ ഛർദ്ദിച്ച് ഒരു പരുവാകുമ്പോഴേക്കും പാപ്പരാസികൾ അവളുടെ ഫോട്ടോ എടുക്കാനായി ഒത്തുകൂടുമ്പോൾ ജീവോണും അലക്സും ഒക്കെയാണ് ഫോട്ടോഗ്രാഫേഴ്സിനെ ഓടിച്ച് യൂനസിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്. അങ്ങനെ ഈ ഒരു ലോട്ടെ വേൾഡിലെ അന്നത്തെ അവരുടെ ഫീൽഡ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനായി വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ജിൻ ബാഗ് എടുക്കാൻ മറന്നത് തിരിച്ചെടുക്കാനായി ഇറങ്ങുന്ന ടീം മാരിസ് ക്വിൻസിയോട് സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി ക്വിൻസിക്ക് വേണ്ടിയാണ് താനിപ്പോ തിരിച്ചു വന്നതെന്നും പക്ഷെ വന്നപ്പോ ജിന്നും ക്വിൻസിയും ഒന്നിച്ചു എന്ന കാര്യം തന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയെന്നും മാരിസ് തുറന്നു പറയുമ്പോൾ ക്വിൻസി അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുകയാണ്, എന്ത് പറയണമെന്ന് അറിയില്ല. അങ്ങനെ എന്തായാലും ഇവർ തിരിച്ച് എത്തിക്കഴിയുമ്പോഴേക്കും കിറ്റി ഇപ്പൊ എടുത്ത ഫോട്ടോ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അമ്മയുടെ ലൈഫ് ഈ ഒരു സ്ഥലത്തൊക്കെ എൻജോയ് ചെയ്ത് കണക്ക് തനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അതിനുശേഷം മിൻഹോയും കിറ്റിയും കൂടി പുറത്തു പോകാനായി നിൽക്കുമ്പോഴാണ് യൂനിസ് മിൻഹോയ്ക്ക് മെസ്സേജ് അയച്ച് എനിക്കൊന്ന് തനിയെ കണ്ട് സംസാരിക്കണം, കിറ്റി ഇത് അറിയരുതെന്ന് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് തന്നെ മിൻഹോ ഞാനൊന്ന് മാരിസിനെ കാണാൻ പോവാണ്, അതുകൊണ്ട് ഇന്നത്തെ ഡേറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് പോകുമ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ് കിറ്റി അത് വിശ്വസിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കിറ്റി അന്നത്തെ അവളുടെ ഡയറി എൻട്രി എഴുതുകയാണ്. അന്ന് ലോട്ടെ വേൾഡില് എൻജോയ് ചെയ്ത കാര്യങ്ങളും ഒക്കെ തന്നെ. അങ്ങനെ എഴുതിയ ശേഷം വളരെ യാദൃശികമായി ജനലിന്റെ അടുത്തേക്ക് എത്തുന്ന കിറ്റി ഒരു കാഴ്ച കാണുന്നുണ്ട്. അവിടെ താഴെ യൂനിസും മിൻഹോയും നിൽക്കുന്നു. മാരിസിനെ കാണാൻ പോയി എന്ന് പറഞ്ഞ മിൻഹോ എന്താ യൂനിസിനോട് സംസാരിച്ച് നിൽക്കുന്നതെന്ന് കിറ്റി ചിന്തിക്കുമ്പോഴേക്കും ഇവിടെ യൂനിസ് ആകട്ടെ മിൻഹോയോട് താൻ പ്രഗ്നന്റ് ആണ് എന്ന ഒരു കാര്യം അറിയിക്കുമ്പോൾ ഇത് ഇവർ വേൾഡ് ടൂറിന് പോയപ്പോൾ സംഭവിച്ച ആ ഒരു കാര്യമാണോ എന്ന് മിൻഹോയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നു. അവൻ എന്തായാലും അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താണ് അവർക്കിടയിലെ സംസാരം എന്ന് അറിയില്ലെങ്കിലും അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കിറ്റി ദൂരെ നിന്ന് കണ്ട് ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. മിൻഹോയും യൂനിസും വളരെ റൊമാൻറ്റിക് ആയി ഒന്നിച്ചുള്ള കാഴ്ച കണ്ട് ഞെട്ടി ഉണരുന്ന കിറ്റിയാണ്. അതെ, കിറ്റിയുടെ ഒരു ദുസ്വപ്നമായിരുന്നു അത്. കിറ്റി ഉണരുമ്പോഴേക്കും യൂറി എടുത്തുണ്ട്. എന്ത് പറ്റിയെന്ന് യൂറി ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ മിൻഹോയും യൂനിസും റിലേഷനിലാണെന്ന് ഒരു സ്വപ്നം കണ്ടുന്നേ. നീ എന്തീ പറയുന്നത്? യൂനിസിന്റെ മാനേജർ അല്ലേ മിൻഹോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? മിൻഹോ നിനക്ക് ബോയ് ഫ്രണ്ട് അല്ലേ, അവന് നിന്നെ എന്ത് ഇഷ്ടമാണെന്നെല്ലാം യൂറി പറയുമ്പോൾ അതല്ലെന്നേ,
എന്നോട് ഇന്നലെ മാരിസിനെ കാണാൻ പോവാണെന്ന് കള്ളം പറഞ്ഞ് മിൻഹോ പോയിട്ടുണ്ടായിരുന്നത് യൂനിസിനെ കാണാനായിട്ടാണ്. അത് അറിഞ്ഞപ്പോ തൊട്ട് എനിക്കൊരു ടെൻഷൻ എന്നെല്ലാം കിറ്റി പറയുമ്പോൾ മിൻഹോ അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിനക്ക് എന്താണോ ഉള്ളിലുള്ള ഡൗട്ട് അത് മിൻഹോയോട് നേരിട്ട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യുന്നു പറഞ്ഞ് യൂറി വേഗം തന്നെ ഇസു അർജന്റായിട്ട് വരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് പോകാനായി ഒരുങ്ങുന്നു. അന്നാണെങ്കിൽ കൊറിയക്കാരുടെ താങ്ക്സ് ഗിവിംഗ് പാർട്ടി നടക്കുന്ന ദിവസമാണ്. അതായത് അവിടെ അവധിയാണ്. എല്ലാവരും വൈകിട്ട് ഒത്തുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുന്ന അവരുടെ ഒരു ഹോളിഡേ, താങ്ക്സ് ഗിവിംഗ് ഡേ. കിറ്റി വേഗം തന്നെ മിൻഹോയെ കാണാനേ പോകുന്നു. മിൻഹോയുടെ റൂമിൽ എത്തുമ്പോഴേക്കും യൂനിസിന്റെ മാനേജർ ആണല്ലോ അവൻ. അവിടെ യൂനിസിന്റെ ഒരുപാട് കട്ടൗട്ടും മെർച്ചൻഡൈസ് കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കണ്ടവൾ നിൽക്കുമ്പോഴേക്കും മിൻഹോ എത്തുന്നുണ്ട്. തുടർന്ന് മിൻഹോയുടെ ഇന്നലെ മാരിസിനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്ന് കിറ്റി ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ഞാൻ മാരിസിനെ കണ്ടില്ലാന്ന് മിൻഹോ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എനിക്കറിയാം യൂനിസിനെ അല്ല കണ്ടത്, ഞാൻ ജനാല വഴി എല്ലാം കണ്ടിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അത് പിന്നെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഈ ഒരു മാല യൂനിസ് വഴി വാങ്ങിച്ചതാ. പക്ഷെ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തൊന്നും നീ അറിയണ്ട എന്ന രീതിക്ക് അത് മറച്ചു വെച്ചതാണെന്നേ ഉള്ളതെന്ന് പറഞ്ഞ് ഒരു ചെയിൻ മിൻഹോ കിറ്റിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കിറ്റിക്ക് അത് വളരെ ഇഷ്ടമാവുന്നു. അവൾ മിൻഹോ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതേ ടീം അന്ന് നടക്കാൻ പോകുന്ന താങ്ക്സ് ഗിവിംഗിന് കിറ്റിയുടെ കസിനായ ജീവോൺ കിറ്റിയുടെ ഗ്രാൻഡ് മദറിനെയും കൂട്ടി എത്താമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ മുത്തശ്ശി വരില്ലാന്ന് ജീവോൺ മെസ്സേജ് അയച്ചത് കണ്ട് കിറ്റി അപ്സെറ്റ് ആകുമ്പോൾ സാരില്ല, ഞാൻ മുത്തശ്ശിക്ക് മെസ്സേജ് ചെയ്യാം, നമുക്ക് ഒന്നിച്ച് മുത്തശ്ശിയെ ഇൻവൈറ്റ് ചെയ്യാം, മുത്തശ്ശി വരുമെന്ന് മിൻഹോ പറയുമ്പോൾ അതും കൂടി കേൾക്കുന്ന കിറ്റി വളരെ ഹാപ്പി ആവുന്നു. ഇതേ ടീം ഈസു വിളിച്ചത് പ്രകാരം യൂറി ചെന്നിരുന്നല്ലോ. ഈസു എന്തോ അർജന്റ് വർക്ക് ഏൽപ്പിക്കാനാണെന്നാണ് യൂറി കരുതിയതെങ്കിലും ഈസു അന്ന് അവധി ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അവർക്ക് ഒരു അർജന്റ് ട്രാവൽ ഉള്ളതുകൊണ്ടും അവരുടെ പെറ്റ് ഡോഗായ കൊക്കോയെ നോക്കാനായിട്ടാണ് യൂറിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഡോഗിനെ നോക്കി ഇംപ്രസ് ചെയ്ത യൂറിക്ക് ഈസു വഴി നല്ല നല്ല ഫാഷൻ ഡിസൈനിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവൾ വേറെ വഴിയില്ലാണ്ട് അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ ഡോഗുമായി യൂറി നേരെ പോകുന്നത് യൂറിയുടെ അമ്മയുമായുള്ള കേസിന്റെ കാര്യത്തിൽ കിട്ടിയ ആ ഒരു സെറ്റിൽമെന്റ് എമൗണ്ടും കൊണ്ട് ഇപ്പോൾ ഡ്രൈവിംഗ് ഒന്നും പറ്റാതെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഡേയുടെ അച്ഛൻ തുടങ്ങിയ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗിലേക്കാണ്. അവിടെയാണ് ഇവരെല്ലാം ഒത്തുകൂടുന്നത്. ആ ഒരു താങ്ക്സ് ഗിവിംഗ് സെലിബ്രേറ്റ് ചെയ്യാനേ പുതിയ റെസ്റ്റോറന്റ് ആണ് അന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും അതേ റെസ്റ്റോറന്റിലേക്ക് തന്നെ ക്വിൻസിയുടെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. ക്വിൻസിയുടെ അമ്മയ്ക്ക് ജിന്നിനെ പരിചയപ്പെടുത്തണമെന്നാണ് ക്വിൻസി പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അമ്മയായിട്ട് ഒരു ഡോക്ടറാണ്, തന്റെ പ്രൊഫഷനിലേക്ക് തന്നെ ക്വിൻസി എത്തണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇവനിങ്ങനെ ഓട്ടവും അത്ലറ്റ്സും ആയിട്ട് നടക്കുന്നൊന്നും തീരെ ഇഷ്ടമല്ല. എന്തായാലും അവിടെ വെച്ച് മാരിസിനെ കാണുന്ന അമ്മ മാരിസ് നീ വാന്നും പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് അവനെ വിളിച്ചിരുത്തുമ്പോൾ ക്വിൻസിക്ക് നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട്. അമ്മയ്ക്ക് ഇവർ തമ്മിലുള്ള റിലേഷന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അമ്മയുടെ വിചാരം ക്വിൻസി മാരിസും ജസ്റ്റ് റൂംമേറ്റ്സ് ആണെന്നാണ്. കൂടാതെ ജിന്നിനോട് ഈ മാരിസ് ഉള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ഇയറിലെ ഹോം സിക്നെസ് ഒക്കെ മാറാനായി ക്വിൻസിക്ക് ഈസി ആയിരുന്നത്, ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ക്വിൻസിയുടെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ട്. ഈ നിമിഷം വരെ ജിന്നിന് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന റിലേഷനെ പറ്റി ഒരു പിടുത്തവും ഇല്ല. ഇവിടെ അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴേക്കും കിറ്റിയും മിൻഹോയും ജീവനും റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോഴേക്കും ജീവനെ അമ്പരപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് മുത്തശ്ശി എത്തുന്നുണ്ട്. ഈ സമയത്ത് കിറ്റിയെ മാറ്റി നിർത്തി ജീവൻ പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ മുത്തശ്ശിയെ വരുന്നില്ല എന്ന് കള്ളം പറഞ്ഞാണ് ഞാൻ മുത്തശ്ശിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതേ ഇല്ല. ഞാൻ ഈ ഒരു സോളിലേക്ക് എത്തി ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നത് മുത്തശ്ശിക്ക് താല്പര്യമില്ല. മുത്തശ്ശിയുടെ കൂടെ ഗ്രാമത്തിൽ ഞാൻ താമസിക്കണം, അവിടെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കണം, അവിടെ മുത്തശ്ശി എനിക്കായിട്ട് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, അയാളെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്നൊക്കെയാണ് മുത്തശ്ശിയുടെ താല്പര്യം. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു സംസാരം നടക്കണ്ടെന്ന് കരുതി ഞാൻ മുത്തശ്ശി ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്നതെന്നൊക്കെ പറയുമ്പോൾ കിറ്റിക്ക് അത് അറിയില്ലായിരുന്നല്ലോ. കിറ്റി മുത്തശ്ശിയെ കൺവിൻസ് ചെയ്ത് വരുത്തിയതാണ്. മുത്തശ്ശി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ വിളിച്ചപ്പോൾ മുത്തശ്ശി വന്നെന്നൊക്കെയാണ് അവൾ കരുതിയിരിക്കുന്നത്. എന്തായാലും അവിടെ അതിന്റെ സംസാരവും നടക്കുന്നുണ്ട്. ജീവനും മുത്തശ്ശിയും തമ്മിൽ അങ്ങനെ കുറച്ച് പിണക്കത്തിന്റെ രീതിയിലൊക്കെയാണ് അവിടെ സംസാരം നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും യൂനിസ് അങ്ങോട്ടേക്ക് കുറച്ച് വെപ്രാളത്തിൽ എത്തുന്നുണ്ട്. അവൾ അവളുടെ പേരൻസിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടപ്പോൾ തൊട്ട് പാപ്പരാസികളുടെ പുറകെയുണ്ട്. എന്തായാലും ഒരുവിധം മിൻഹോയുടെ സഹായത്തോടെ റെസ്റ്റോറന്റിനകത്തേക്ക് അവൾ കയറുന്നു. ഈ ടീം ഡേയുടെ സഹോദരി യൂനിസിനെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. കാരണം വലിയൊരു കെ പോപ്പ് സ്റ്റാർ ആണല്ലോ യൂനിസ്. ഇപ്പോൾ യൂനിസിനെ കണ്ടപാടെ ഫോട്ടോ എടുക്കാനായി ഡേയുടെ അനിയത്തി വരുമ്പോൾ ഫോട്ടോ എടുത്തു കൊടുക്കാനായി കിറ്റിയാണ് യൂനിസ് വിളിക്കുന്നത്. ഈ ടീം കിറ്റിയുടെ നെക്ലേസ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് യൂനിസ് പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു നെക്ലേസ് ആദ്യമായിട്ടാണ് യൂനിസ് കാണുന്നതെന്ന് മനസ്സിലാക്കുന്ന കിറ്റി അപ്പോൾ യൂനിസ് സെലക്ട് ചെയ്ത് കൊടുത്താണ് ഈ നെക്ലേസ് എന്ന് മിൻഹോ കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിന്റെ ഇടയിൽ കോക്കോ മിസ്സായി പോകുന്നുണ്ട്. കോക്കോയ്ക്ക് വല്ലതും പറ്റിയ ഈസുവിന്റെ മുന്നിൽ യൂറിക്ക് ആകെ പണിയാവും. അതുകൊണ്ട് തന്നെ കോക്കോയെ അന്വേഷിച്ച് യൂറി നടക്കുമ്പോഴേക്കും കോക്കോയെ ആക്ച്വലി ജൂലിയാന കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ മാറി നിന്ന് സംസാരിക്കുന്ന യൂനിസിനെയും മിൻഹോയെയും കോക്കോയെ അന്വേഷിച്ച് നടന്ന യൂറി കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് പുറത്തായാൽ യൂനിസിന്റെ കരിയർ പോലും നശിക്കുന്ന രീതിക്ക് എന്തോ പ്രശ്നമാണെന്ന് മാത്രമേ അവർ മറിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് കേട്ട് യൂറിക്ക് മനസ്സിലാവുന്നുള്ളൂ. യൂറി ആ കാര്യം കിറ്റിയോട് പറയുന്ന ആ ഒരു ടീം ടോയ്ലറ്റിൽ നിന്ന് ഭയങ്കര വെപ്രാളത്തില് യൂനിസ് വരുന്നതും അവൾ ആകെ ടെൻഷനിലാണെന്ന് മനസ്സിലാക്കുന്നതും ഒപ്പം തന്നെ അതേ ടോയ്ലറ്റ് പരിസരത്തിൽ നിന്ന് തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്, അതും റിസൾട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കിറ്റും ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ യൂനിസ് പ്രഗ്നന്റ് ആണ്, മിൻഹോ ആണ് അതിന് ഉത്തരവാദി എന്ന രീതിക്ക് കിറ്റി കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കുന്നു. കിറ്റി അതിനെപ്പറ്റി മിൻഹോയോട് ചോദിക്കുമ്പോൾ മിൻഹോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരം പോലും അവൾ കൊടുക്കുന്നില്ല. അവൾ ആകെ അവനോട് പിണങ്ങി അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും എന്ത് പറ്റി മുഖത്തൊരു വെപ്രാളമെന്ന് ജിൻ അത് കണ്ട് ചോദിക്കുമ്പോൾ മിൻഹോ സമ്മർ വെക്കേഷന് ടൂർ പോയിരുന്ന സമയത്ത് ഒരാളുമായിട്ട് ഹാങ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കത് ഇപ്പോഴും മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ അത് ജസ്റ്റ് ഒരു ഫ്ലേട്ടിംഗ് എന്ന് കരുതിയാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ ക്വിൻസി
ക്വിൻസിയും മാരിസും തമ്മിലുള്ള കാര്യത്തെയും നീ അങ്ങനെ കാണുള്ളൂ എന്ന് കിറ്റി ചോദിക്കുമ്പോൾ അത് കേട്ട് ജിൻ ആകെ ഷോക്കാവുന്നു. എനിക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ വേണമെന്ന് ജിൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കിറ്റി അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ ജിൻ ആവശ്യപ്പെടുമ്പോൾ ഇതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്ന് ക്വിൻസി പറഞ്ഞെത്തുമ്പോഴേക്കും മാരിസ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇവൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കുളം കലക്കുന്ന രീതിയിൽ അവിടെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കലിപ്പിനെ മാരിസിനെ അടിക്കാനേ ഓങ്ങുന്ന ജിൻ അറിയാതെ ക്വിൻസിയാണ് അടിക്കുന്നത്. അങ്ങനെ അവിടെ പ്രശ്നം ആകെപ്പാടെ വഷളാവുന്നു. അങ്ങനെ ഡേയുടെ അടുത്ത് ചെന്ന് കിറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം കിറ്റിക്ക് മനസ്സിലാവുന്നുണ്ട്. മിൻഹോ അല്ല യൂനിസിനെ പ്രഗ്നന്റ് ആക്കിയത്. കാരണം ആ ഒരു K-pop ടൂർ നടക്കുന്ന ടൈം ഡേ യൂനിസിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡേയുടെ അച്ഛന് സെറ്റിൽമെന്റ് എമൗണ്ട് കിട്ടിയതിന് അച്ഛൻ അവന് കൊടുത്ത കാശിന് അവൻ യൂനിസിനെ കാണാനായി പോയിരുന്ന സമയത്ത് ഇവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും മിൻഹോയ്ക്ക് അറിയില്ല. മിൻഹോ വിചാരിച്ചിരുന്നത് യൂനിസ് കൂടെയുള്ള ആക്ടർ തേഹോയെ ഡേറ്റ് ചെയ്യുകയാണെന്നാണ്. പക്ഷെ ആക്ച്വലി ഡേ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ കിറ്റി ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ഡേ പറയുമ്പോഴാണ് അപ്പോൾ ഡേയുടെയാണ് ആ കുഞ്ഞെന്ന കാര്യം കിറ്റിക്ക് മനസ്സിലാവുന്നത്. മിൻഹോ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നവൾ മിൻഹോയെ കണ്ട് സംസാരിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ അവൾ തന്നെ ഒരു രീതിക്കും വിശ്വസിക്കുന്നില്ല എന്നതിൽ ഭയങ്കര അപ്സെറ്റായി ബ്രേക്കപ്പ് പറയുന്നു. ഇതേ ടീം ഡേ ഒരുവിധം യൂനിസിനെ കണ്ട് സംസാരിക്കുന്നു. ആ ഒരു ടൂറിന് ഇവർ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഇവരുടെ റിലേഷൻ അവളുടെ കരിയറിനെ സ്പോയിൽ ചെയ്യുമെന്ന രീതിക്ക് ഒരു അകലം പാലിച്ചാണ് യൂനിസ് ഡേയോട് പെരുമാറിയിരുന്നത്. കണ്ടാൽ മിണ്ടത്ത് പോലും ഇല്ല. നമ്മൾ കണ്ടല്ല അക്വരത്തിന്റെ അവിടെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പോലും മിണ്ടാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അവളോട് സംസാരിക്കുമ്പോൾ അവൾ താൻ പ്രഗ്നന്റ് അല്ല എന്നും തന്റെ പീരീഡ്സ് ആ ഒരു ടൂറിന് ശേഷം മിസ്സായെങ്കിലും ഇപ്പൊ തനിക്ക് പീരീഡ്സ് ആയെന്നും ആക്ച്വലി ഭയങ്കരമായ സ്ട്രെസ് കാരണമാണ് പീരീഡ്സ് ഡിലേ ആയത്, ആ സമയത്ത് താൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണെന്നും അവനോട് പറയുന്നുണ്ട്. ഇവൾക്കാകട്ടെ ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് ഒരു K-pop ഐഡലായി മാറിയപ്പോൾ ഭയങ്കര സ്ട്രെസ്സും പ്രൈവസി നഷ്ടപ്പെടലും പാപ്പരാസികളുടെ ആ ഒരു ടോർച്ചർ ഒന്നും താങ്ങാൻ പറ്റാതെ ആകെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പീരീഡ്സ് ലേറ്റ് ആയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ ആ കാര്യങ്ങൾ ഡേയോടും പറയുന്നു. ഇതേ ടീം താൻ വെറുതെ കാട് കയറി ചിന്തിച്ച് തെറ്റിദ്ധരിച്ച് മിൻഹോയെ സങ്കടപ്പെടുത്തി ഇപ്പൊ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ എത്തിയതിന്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്ന കിറ്റി സിസ്റ്റർ ലാറാജീനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ലാറാജീൻ വേഗം തന്നെ കിറ്റിയെ ചീർ ചെയ്യാനായി സോളിലേക്ക് ഫ്ലൈറ്റ് കയറുന്നു. അങ്ങനെ ലാറ കിറ്റിയെ ആശ്വസിപ്പിക്കാനായി എത്തുന്നുണ്ട്. കിറ്റി അവൾ കാരണം ക്വിൻസിയുടെയും ജിന്നിന്റെ ഇടയിൽ പ്രശ്നമില്ല, അവളല്ലേ അറിയാതെ മാരിസിന്റെ കാര്യം ജിന്നിന്റെ അടുത്ത് പറഞ്ഞത്, അപ്പൊ അതിന്റെ പേരിൽ പ്രശ്നമായി. അവളും മിൻഹോയും തമ്മിൽ പ്രശ്നമായി. ആ കാര്യത്തിലൊക്കെ ഭയങ്കര അപ്സെറ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ലാറ കിറ്റിയെ കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് പോവുകയും പിന്നീട് അവർ ലഞ്ചിന് വേണ്ടി ജീവോനെ കാണാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ മിൻഹോയെ കാണുന്ന യൂനിസ് അവൾ പ്രഗ്നന്റ് അല്ല, ഇതുപോലെ സ്ട്രെസ് കൂടിയപ്പോൾ പീരീഡ്സ് ഡിലേ ആയതാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ അവൾക്ക് ഒരു K-pop ഐഡലായി ഇനി മുന്നോട്ട് പോകണ്ട, പ്രൈവസി ഒട്ടുമില്ല, ഈ ഒരു പ്രഷർ താങ്ങാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫ്രണ്ടായി അവളെ മനസ്സിലാക്കുന്ന മിൻഹോ ആ ഒരു കാര്യം അവരുടെ ഏജൻസി മിൻഹോയുടെ അച്ഛൻ്റെതാണല്ലോ, അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. കാരണം യൂനിസിന്റെ സോങ്സ് ഒക്കെ ഭയങ്കര ഹിറ്റായി പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഒരു നല്ല മാനേജർ അല്ല, അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നിയെന്ന് പറഞ്ഞ് മിൻഹോയെ ഷൗട്ട് ചെയ്യും, അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്, മാനേജർ എന്ന ആ ഒരു പദവിയിൽ നിന്ന്. ഇതേ ടീം ക്വിൻസി ആയിട്ട് മാരിസിന്റെ കൂടെ ഒരു റൈഡ് പോകുന്നുണ്ട്. ഈ ഒരു ടീം അവൻ മനസ്സിലാക്കുകയാണ് അവന് മാരിസിന് അല്ല താല്പര്യം, അവന്റെ മനസ്സിൽ ജിന്ന് തന്നെയാണെന്ന്. ജിന്നും ക്വിൻസിയും തമ്മിലുള്ള റിലേഷൻ മാരിസുമായിട്ടുള്ള ക്വിൻസിയുടെ റിലേഷന് ശേഷം സംഭവിച്ചതാണ്. പക്ഷെ ഇടയ്ക്ക് ജിന്നിന്റെയും ക്വിൻസിയുടെയും ഇടയിൽ ഒരു പ്രശ്നമായ ടീമാണ് വീണ്ടും അവന്റെ മനസ്സ് ചാഞ്ചാടി മാരിസിലേക്ക് എത്തിയതും അവനൊരു അയക്കാൻ പാടില്ലാത്തൊരു ഫോട്ടോ മാരിസിന് അയച്ചു കൊടുത്തതും. എന്തായാലും ഇപ്പൊ അവൻ മനസ്സിലാവുന്നുണ്ട് എന്ത് തന്നെ ആയാലും ജിന്നിനെ വിട്ടിട്ട് ഇനി മാരിസിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ മാരിസിനോട് ഇനി എന്റെ ലൈഫിൽ നീ ഇല്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മാരിസിന് ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. കാരണം മാരിസ് ക്വിൻസിക്ക് വേണ്ടിയാണ് തിരിച്ച് മടങ്ങി വന്നതെന്ന് പോലും പറഞ്ഞിരുന്നല്ലോ. ഇതേ ടീം ഗിഗി ആട്ടെ യൂറിയുടെ വർക്കിലൊക്കെ വളരെ ഇംപ്രസ്ഡ് ആയി യൂറിയെ ഒരു ഔട്ട്ഫിറ്റ് ഡിസൈനിങ് കോമ്പറ്റീഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. അതിനെപ്പറ്റി അവർ സംസാരിച്ചിരിക്കുമ്പോഴേക്കും മിൻഹോ എത്തുന്നുണ്ട്. മിൻഹോയും ഗിഗിയും കൂടി പുറത്തേക്ക് എവിടെ പോകാൻ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന യൂറി എന്താ ഡേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നീയും ഇങ്ങനെ തുടങ്ങുവാണോ, ആ കിറ്റി തന്നെ ചുമ്മാ ഇല്ലാത്ത കഥകൾ എന്നെ പറ്റി പറഞ്ഞ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കുമ്പോൾ നീ ഇത് തന്നെ പറയുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ലോ, ഒരു തമാശ പറഞ്ഞ. പക്ഷെ കിറ്റിയെ നീ സങ്കടപ്പെടുത്തില്ല, അവൾക്ക് ഒരു തെറ്റ് പറ്റി, അത് വിട്ടേക്ക്, അവൾ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും മിൻഹോയ്ക്ക് സങ്കടമുണ്ട് കിറ്റി അവനെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്ന്. ഇതേ ടീം ജീവോനുമായി ലാറാജീനും കിറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ റോ ഫുഡ് തനിക്ക് വേണ്ടാന്ന് ജീവോൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലാറ എന്റെ ഒരു ബോസ് ഉണ്ട്, പുള്ളിക്കാരി പ്രഗ്നന്റ് ആയതിനു ശേഷം റോ ഫുഡ് കഴിക്കാറേ ഇല്ല, അതിന് മുന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ കുക്ക് ചെയ്യാതെ മീറ്റും ഫിഷും ഒക്കെ കഴിക്കല്ലോ, അപ്പൊ അത് പ്രഗ്നന്റ് ആയ അവർ കഴിക്കില്ല, ആ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. കൂടാതെ അവിടെ വെച്ച് ജീവന്റെ പരിങ്ങലും കാര്യങ്ങളും കൂട്ടി വായിക്കുന്ന കിറ്റിക്ക് കഴിഞ്ഞ ദിവസം തെറ്റിദ്ധാരണയ്ക്ക് കാരണമായ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് യൂനിസിന്റേതല്ല മറിച്ച് ജീവോന്റേതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ജീവോൻ റെസ്റ്റോറന്റിൽ വെച്ച് ഇടയ്ക്ക് വാഷ്റൂമിലേക്ക് പോയത് കിറ്റി ശ്രദ്ധിച്ചിരുന്നു. അതിനെപ്പറ്റി ഇപ്പൊ ചോദിക്കുമ്പോൾ അതേ എന്ന് സമ്മതിക്കുന്ന ജീവോൻ ആക്ച്വലി കുഞ്ഞിന്റെ അച്ഛൻ അലക്സ് ആണെന്ന് പറയുന്നു. അലക്സും ജീവോനും കിറ്റി ഇവരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നതിന് മുന്നേ തന്നെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തവരാണ്. പക്ഷെ ഇവർ പഠിപ്പിക്കുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ അല്ലേ അലക്സിന്റെ അച്ഛനായ പ്രൊഫസർ ലീ. അപ്പൊ അവിടെ ഇവരുടെ റിലേഷൻ ഒരു പ്രശ്നമാവേണ്ട എന്ന രീതിക്ക് അത് മറച്ചു പിടിച്ച് ആർക്കും ഡൗട്ട് തോന്നാത്ത വിധം ഇവർ അഭിനയിക്കുകയായിരുന്നു. എന്തായാലും ഈ കുഞ്ഞിന്റെ കാര്യം അലക്സിനോട് പറയാമെന്ന് കിറ്റി നിർബന്ധിക്കുമ്പോൾ ജീവോൺ തീരുമാനിക്കുന്നു. അങ്ങനെ ജീവോൺ ആ കാര്യം അലക്സിനോട് പറയുമ്പോൾ
പറയുമ്പോൾ അലക്സ് വളരെ ഹാപ്പിയാണ്. അപ്പോഴേക്കും യൂറിയെ ആ ഒരു ഔട്ട്ഫിറ്റ് ഡിസൈനിങ് കോമ്പറ്റീഷനിൽ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യം അറിയുന്ന ജൂലിയാന പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രവീണ ഇന്ന് വൈകിട്ടാണ് പ്രവീണ വഴി യൂറിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്ലൈൻഡ് ഡേറ്റ് ഉള്ളതെന്ന കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ജൂലിയാന ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന യൂറിയെ തന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ആയ ജൂലിയാന ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ ഇത്രയും നിർബന്ധിച്ച് വിടുന്നത് അവൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ജൂലിയാന തിരക്കുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും എന്താ അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യട്ടെ, അതിന് നീ എന്തിനാ തടസ്സം പിടിക്കുന്നത്, എന്താ നിനക്കിപ്പോഴും യൂറിയോടാണോ താല്പര്യം എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് പ്രവീണ എങ്കിൽ നീ യൂറിയെ തന്നെ ഡേറ്റ് ചെയ്തോന്ന് പറഞ്ഞ് ജൂലിയാനയുമായി ബ്രേക്കപ്പ് പ്രഖ്യാപിക്കുന്നു. അപ്പോഴേക്കും മിൻഹോയും ഗിഗിയും കൂടി റോക്ക് ക്ലൈംബിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഫയർ ചെയ്ത കാര്യമൊക്കെ മിൻഹോ പറയുമ്പോൾ ഒരു നല്ല ഫ്രണ്ട് എന്ന രീതിക്ക് മിൻഹോയോട് നീ അച്ഛന്റെ ടണലില് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാതെ സ്വയം എക്സ്പ്ലോർ ചെയ്ത് സ്വന്തമായിട്ട് ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനേയും പറയുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റി മിൻഹോ ആലോചിക്കുമ്പോൾ അത് നല്ലൊരു ഐഡിയയായി തോന്നുന്നുണ്ട്. മിൻഹോ ഡേയോട് എനിക്ക് വേണ്ടി ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനായി കൂടെ നിൽക്കാമോ എന്ന് ചോദിക്കുന്നു. ഡേക്ക് പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ്. നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, യൂണിസിന്റെ കൂടെ ഡേയും മത്സരത്തിൽ പങ്കെടുത്തിരുന്നല്ലോ. പക്ഷേ ഡേ തോറ്റു, യൂണിസ് ജയിച്ചു. അങ്ങനെ അവൾ K-pop ഐഡലായി. എന്തായാലും ഒരു സിംഗർ ആവാനായി ഇതൊരു അവസരമായി കാണുന്ന ഡേ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ക്വിൻസി ആയിട്ട് ജിന്നിനെ കണ്ട് സോറി പറഞ്ഞ് വീണ്ടും ഒന്നിക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ മാരിസിന്റെ കൂടെ റൈഡ് പോയി. അങ്ങനെയാണ് എനിക്ക് അവനല്ല നീയാണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു, അത് ഫൈനൽ ഡിസിഷൻ ആണെന്നൊക്കെ ക്വിൻസി പറയുമ്പോൾ ഒരു റൈഡിന് പോയിട്ട് വേണോ നിനക്ക് ഞാൻ വേണമെന്ന് തീരുമാനിക്കാൻ, അതെന്തൊരു സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് ജിൻ വീണ്ടും അവനോട് ദേഷ്യപ്പെട്ട് അകറ്റി നിർത്തുന്നു. എന്തായാലും അപ്പോഴേക്കും ലാരയ്ക്ക് തിരിച്ചു പോകേണ്ട സമയമാവുന്നുണ്ട്. അങ്ങനെ കിറ്റിയോട് നിന്റെ ഹാർട്ട് ഫോളോ ചെയ്യുക, നിനക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നീ അത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കാന്നൊക്കെ പറഞ്ഞു ലാര അവിടെ നിന്ന് പോകാനേ നിൽക്കുമ്പോൾ കിറ്റി അവളെ ബായ് പറഞ്ഞു വിടാണ്. അപ്പോഴേക്കും മിൻഹോയെ ലാര അവിടെ വെച്ച് കാണുന്നുണ്ട്. തുടർന്ന് സംസാരിക്കുമ്പോൾ കിറ്റി വളരെ നല്ല പെൺകുട്ടിയാണ്, ഈ ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി രണ്ടുപേരും ഒന്നിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാര മിൻഹോയോടും ബായ് പറഞ്ഞു പോകുമ്പോൾ മിൻഹോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്. അവന് കിറ്റിയെ വളരെ ഇഷ്ടമാണ്, പക്ഷേ കിറ്റി തന്നെ വിശ്വസിച്ചില്ലല്ലോ. എത്രയോ തവണ ഞാൻ കിറ്റിയോട് എനിക്ക് അവളെയാണ് ഇഷ്ടം, വേറെ ആരും എന്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞു, എന്നിട്ടും അവൾ എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നൊരു സങ്കടമാണ് മിൻഹോയ്ക്കുള്ളത്. അങ്ങനെ പിന്നീട് നമ്മൾ അവരുടെ അടുത്ത സെം തുടങ്ങാൻ പോകുന്നതാണ് കാണുന്നത്. ഈ ഒരു ടീം കിറ്റി ആകട്ടെ ലാര അവൾക്ക് നൽകിപ്പോയ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് ക്ലാസ്സിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ അപ്പോഴും മിൻഹോ അവളോട് പിണക്കത്തിലാണ് എന്നത് അവളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിലും അവളുടെ ലൈഫ് മുന്നോട്ട് പോയല്ലേ പറ്റൂ എന്ന ആ ഒരു കാര്യത്തിന്റെ പുറത്ത് അങ്ങനെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ക്വിൻസിയോട് സംസാരിച്ച ക്വിൻസി കിറ്റി കാരണമാണ് അവന്റെയും ജിന്നിന്റെയും റിലേഷൻ ഇപ്പൊ ഇങ്ങനെ ആയത് എന്ന ഒരു പിണക്കത്തിൽ ഇരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായി കിറ്റിക്ക് സാധിക്കുന്നു. കൂടാതെ കിറ്റി ആകട്ടെ തന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള പല കൂട്ടുകാരും പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല എന്ന കാര്യമൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണോ എന്നും കിറ്റി തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് ജൂലിയാന കിറ്റിയെ വിളിച്ചത് പ്രകാരം യൂറിയുടെ അടുത്തേക്ക് എത്തുന്ന കിറ്റി യൂറി ആകെ ടെൻഷനിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഫാഷൻ കോൺടെസ്റ്റിലേക്ക് യൂറി പങ്കെടുക്കാനിരിക്കുകയാണല്ലോ, പക്ഷെ അവളുടെ ഡിസൈൻസ് ഒന്നും തന്നെ കൊള്ളില്ലാന്ന് ഇസു പറഞ്ഞു. അവൾ മുന്നേ എന്തായിരുന്നു എന്നതല്ല ഇപ്പൊ എന്താണ് എന്നത് ഫോക്കസ് ചെയ്യാനായിട്ടാണ് അവളോട് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന കിറ്റി അതിനൊരു ഐഡിയ യൂറിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മുന്നേ യൂറി ഭയങ്കര കാശുള്ള ഒരാളായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ യൂറി ആ ഒരു സാമ്പത്തികാവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു രീതിക്കുള്ള ഡിസൈൻസ് തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇനി പുതുതായിട്ട് ഡിസൈൻസ് റെഡിയാക്കാൻ എനിക്ക് എന്തോരം ടൈം എടുക്കും, എനിക്ക് ടെൻഷൻ ആവുന്നൊക്കെ പറയുന്ന ടീം നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനെ വിളിക്കാം. മോഡൽസ് ആയിട്ടും സ്റ്റിച്ചിനും കട്ടിങ്ങിനും മേക്കപ്പിനും ഹെയർ സ്റ്റൈലിങ്ങിനും എല്ലാം അവർ തന്നെ മതിയെന്ന് കിറ്റി പറയുമ്പോൾ ആ കാര്യങ്ങൾ താൻ അറേഞ്ച് ചെയ്തോളാമെന്നും കിറ്റി യൂറിയോട് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂടി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്കിടയിലെ പ്രശ്നങ്ങളും അതിലൂടെ ഫിക്സ് ചെയ്യാമെന്നത് കിറ്റി കണക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ കിറ്റി എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. യൂറിയുടെ തന്നെ രണ്ട് ഫ്രണ്ട്സ് ആണല്ലോ, മാഡിസണും മിഹിയും. ഇവർ തമ്മിൽ ഇപ്പോ ചെറിയ കശപിശൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള പിണക്കം മാറ്റിയെടുക്കാനായി മാഡിസനെ മേക്കപ്പ് ഹാൻഡിൽ ചെയ്യാനും മിഹിയെ ഹെയർ സെറ്റ് ചെയ്യാനും ഒക്കെയാണ് കിറ്റി ഏൽപ്പിക്കുന്നത്. മാഡിസിനെ തയ്യലും ജിന്നിനെയും ക്വിൻസിയെയും കട്ട് ചെയ്യാനുള്ള പാറ്റേൺസും ഏൽപ്പിക്കുന്നുണ്ട്. യൂണിസിനെ വിളിച്ച് ബാക്ക് സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും കിറ്റി റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതിന്റെ ഇടയിൽ ഡേ ആകട്ടെ ബഡ്ജറ്റും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ഡേയും കിറ്റി അറിയാതെ കൂട്ടത്തിൽ മിൻഹോയും കൂടി ചേർന്ന് യൂറിയുടെ ഡിസൈൻസ് ഇട്ട് മോഡൽസ് റാം വാക്ക് ചെയ്യുമ്പോൾ പ്ലേ ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഒരെണ്ണം പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇത് പക്ഷെ കിറ്റിക്ക് അറിയില്ല. എന്തായാലും അതിന്റെ ഇടയിൽ യൂറിയുടെ ആ ഒരു ഫാഷൻ കോൺടെസ്റ്റിന് വേണ്ടി ഇവരെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്കിടയിലെ പിണക്കം അത്ര എളുപ്പമൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. ആ പിണക്കം മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കശപിശൊക്കെ ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് കിറ്റി അതൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിറ്റി ആകട്ടെ ഈ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിനിടയിലെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ടാണ്. ആളുകളെ ഒന്നിച്ചു കൊണ്ടുവന്ന ഒരേ പ്രവൃത്തി പിണക്കമുള്ളവരെ കൊണ്ടായാലും ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കിടയിൽ സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടുമെന്ന് മനസ്സിലാക്കി അത് തന്നെ ഉപയോഗിച്ച് കിറ്റിയെയും മിൻഹോയെയും ഒന്നിപ്പിക്കാനായി ഡേയും യൂറിയും പ്ലാൻ ചെയ്യുന്നു. അത് പ്രകാരം ഡേയും മിൻഹോയും കൂടി തയ്യാറാക്കിയ പാട്ട് കേൾപ്പിക്കാനായി യൂറി കിറ്റിയെ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ ഒന്നിച്ചാക്കി അവർ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് പോകുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് കിറ്റിക്ക് താൻ മിൻഹോയോട് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം മിൻഹോയ്ക്ക് അവനെ ലൈഫിൽ ആരും അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അച്ഛന് പോലും അവനോട് അവൻ കഴിവുള്ളവനാണ്, അവനെ ട്രസ്റ്റ് ചെയ്യാമെന്ന
രീതിക്ക് ഒരു ട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ കിറ്റിയും അതേ സ്പേസിലേക്ക് കടന്നു വരുന്നു. അവളെ അവൻ പ്രണയിക്കുന്നില്ല, വഞ്ചിക്കുമെന്ന ആ ഒരു പേടി അവളുടെ ഉള്ളിൽ ഭയങ്കരമായി ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവനെ ഭയങ്കര സങ്കടപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അവനത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മനസ്സിലുള്ള കാര്യങ്ങൾ അവർ അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ റിലേഷൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി അവിടെ ഒരു സംസാരവും നടക്കുന്നില്ല. ഇതിന്റെ ഇടയിൽ മാരിസും ജിന്നും കൂടി ഒരു ഔട്ട്ഫിറ്റിന്റെ പേരിൽ ആർഗ്യുമെന്റ് നടന്ന് രണ്ടുപേരും ഇത് എനിക്ക് വേണം അല്ല എനിക്ക് വേണമെന്നും പറഞ്ഞ് പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ അത് കീറി പോകുമ്പോഴേക്കും യൂറി പാനിക് ആവാതെ ആ കീറിയ ഡിസൈൻ വെച്ച് ബാക്കി ഡിസൈൻസും ആ രീതിക്ക് കൊണ്ടുവരാനായി തീരുമാനിക്കുന്നു. കാരണം അവളുടെ ലൈഫ് ആകെ റിച്ചായി നടന്നിരുന്ന ആ ഒരു കാലത്ത് നിന്ന് വളരെ കീറി പറഞ്ഞു പോയ ഒരു അവസ്ഥയിലേക്ക് വന്ന് അവളത് വീണ്ടും തുന്നിയെടുത്ത് മുന്നോട്ട് പോവല്ലേ. അപ്പൊ ആ ഒരു രീതിക്ക് അവളുടെ ഡിസൈൻസ് കൊണ്ടുവരാനായി തീരുമാനിച്ച ചില ചേഞ്ചസ് പെട്ടെന്ന് അവളുടെ ഈ ബാക്കി ഫ്രണ്ട്സിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ ഈ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് റാംബാക്കിന് മോഡൽസായി വരാനും പോകുന്നത്. അങ്ങനെ അവർക്ക് ഡ്രസ്സ് ട്രയൽ ചെയ്യാനായി കൊടുക്കുമ്പോൾ കിറ്റി മനഃപൂർവ്വം മാരിസിനും ക്വിൻസിക്കും ജിന്നിനും വേണ്ടി തയ്യാറാക്കിയ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് മാറിയ കാര്യം മനസ്സിലാക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാനായി അവർ മിണ്ടട്ടെ എന്നോർത്ത്. ഈ സമയം മാരിസ് ആകട്ടെ ക്വിൻസിയെ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ ചതിച്ചതിന് സോറി പറയുന്ന കൂട്ടത്തിൽ തന്നെ ജിന്നിനോട് ക്വിൻസി നിന്റെ കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആണ്, അവൻ എന്നോട് അത് തീർത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ ജിന്നിനും അത് അല്പം ആശ്വാസമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ റാംവാക്കിന്റെ സമയമാകുമ്പോഴേക്കും യൂറി കിറ്റിയോട് തന്റെ ഷോ സ്റ്റോപ്പർ കിറ്റിയാണെന്നും കിറ്റി വേണ്ടാന്ന് പറയരുത്, കിറ്റിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് തയ്യാറാക്കിയിട്ടുണ്ട് അതിട്ട് വരണമെന്നും ആവശ്യപ്പെടുമ്പോൾ കിറ്റി ആദ്യം ഒന്ന് കോൺഫിഡന്റ് ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും യൂറി ആവശ്യപ്പെടുന്ന ആ ഒരു രീതിക്ക് കിറ്റി റെഡിയാവുന്നു. തുടർന്ന് അവിടെ റാം വാക്ക് നടക്കുമ്പോൾ എല്ലാവരും മനോഹരമായി ചെയ്യുന്നുണ്ട്. ഈ ടീം കിറ്റി ഷോ സ്റ്റോപ്പറായി എത്തുമ്പോൾ സത്യത്തിൽ മിൻഹോ അത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. അവന് ആക്ച്വലി കിറ്റിയോട് അങ്ങനെ ഭയങ്കര ദേഷ്യ വെറുപ്പൊന്നുമില്ല. പക്ഷെ അവൾ വിശ്വസിച്ചില്ലല്ലോ, എത്ര വട്ടം പറഞ്ഞു തന്റെ ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്നല്ലോ എന്ന ഒരു സങ്കടമായിരുന്നു അവനെ കൊണ്ട് ഈ ഒരു പിണക്കം കാണിച്ചതല്ല. എന്തായാലും അങ്ങനെ ആ ഒരു കോൺടെസ്റ്റിൽ വിജയിക്കുന്നത് യൂറിയാണ്. യൂറിക്ക് യിസു എല്ലാവരുടെ മുന്നിൽ വെച്ച് അവാർഡ് നൽകുകയും അവൾ വളരെയധികം പ്രേസ് ചെയ്യുകയും ചെയ്യുന്നു. യൂറി ആ സന്തോഷം അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കിറ്റിയാണ് എല്ലാത്തിനും കൂടെ നിന്ന് സഹായിച്ചത്. അങ്ങനെ ആ പാർട്ടി കഴിഞ്ഞ് മടങ്ങുന്ന ജൂലിയാന യൂറിയോട് അവളും പ്രവീണയും ബ്രേക്കപ്പ് ആയെന്നും എനിക്ക് വേറൊരാളോടുള്ള ഫീലിങ്സ് മനസ്സിലാക്കിയാണ് പ്രവീണ തന്നെ ബ്രേക്കപ്പ് ചെയ്ത് തന്റെ ഫീലിങ്സിന്റെ പുറകെ പോകാനായി പറഞ്ഞതെന്നും ജൂലിയാന പറയുമ്പോൾ ജൂലിയാന ഉദ്ദേശിക്കുന്നത് തന്നെയാണെന്ന് യൂറിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും നമുക്കൊന്ന് തുടങ്ങാം എന്ന രീതിക്ക് പറയാനുള്ള ധൈര്യമില്ല. ജൂലിയാന തന്നെ അത് പറയട്ടെ എന്ന രീതിക്കാണ് യൂറി. എന്തായാലും അപ്പോഴേക്കും റാംവാക്കിനിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു മ്യൂസിക് മിൻഹോയുടെ പ്രൊഡക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്ന ഗിഗി മിൻഹോയെ ഭയങ്കരമായി എൻകറേജ് ചെയ്യുകയും കിറ്റിയുമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്യണം, കിറ്റി നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്, അവൾ നിന്റെ ലൈഫിലുള്ളത് നിന്റെ ലക്കാണെന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ അതെനിക്കറിയാം, പക്ഷെ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല എന്ന് മിൻഹോ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ധൈര്യം സംഭരിച്ച് മിൻഹോ കിറ്റിയോട് സംസാരിക്കാന്ന് കരുതി വിളിക്കുന്നുണ്ടെങ്കിലും ആ ടൈമാണ് കിറ്റിക്ക് അവൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റെഡിയായി എന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് കാണുമ്പോൾ മിൻഹോയ്ക്ക് പിന്നെ തന്റെ ഇഷ്ടം തുറന്നു പറയാനേ തോന്നുന്നില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തേണ്ടി വരുമോ, താനിപ്പോ അത് പറയേണ്ട ആവശ്യമില്ലെന്നാണ് അവൻ കരുതുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും കിറ്റി 18ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. അവളുടെ അച്ഛൻ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് കാശൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് സെലിബ്രേഷന് വേണ്ടി. അവൾക്ക് ഈ ഒരു സെമ്മിന് ശേഷമുള്ള ബ്രേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൂടാതെ യൂറിയെ ഞാൻ മെയിൽ അയച്ചിരുന്നു, എന്താ വരില്ലേ, സെലിബ്രേഷൻ വരില്ലേ എന്നൊക്കെ ചോദിച്ച് കിറ്റി ഓർമ്മപ്പെടുത്തുമ്പോൾ യൂറി എനിക്ക് ഈസുവിന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ഒരു തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. കിറ്റി എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും വരാമെന്ന് പറയുന്നില്ല. ഇതേ കണക്ക് തന്നെയായിരുന്നു ഡേയും ചില തിരക്കുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ക്വിൻസിയെ വിളിക്കാനായി പോകുമ്പോൾ ക്വിൻസിയും തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങുമ്പോൾ ഇതെന്തോ പണിയാണല്ലോ എന്ന് കിറ്റിക്ക് തോന്നുന്നുണ്ട്. കിറ്റി സത്യം പറ, നിങ്ങളൊക്കെ എന്നെ ഒളിപ്പിച്ച് എന്തോ പ്ലാൻ ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ ക്വിൻസി അതെ എന്ന് പറയുന്നു. കിറ്റിക്ക് വേണ്ടി ഇവരൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ കിറ്റി ഒന്നും അറിയാത്ത രീതിക്ക് ഇരിക്കാവുള്ളൂ എന്ന് ക്വിൻസി പ്രത്യേകമായി കിറ്റിയോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം മിൻഹോയെ കാണുമ്പോൾ മിൻഹോ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കിറ്റി അവനെ ഇൻവൈറ്റ് ചെയ്ത് മെയിൽ അയച്ചതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയാണ്, എനിക്ക് വരാൻ സാധിക്കില്ല, ഞാൻ ലോസ് ഏഞ്ചൽസിലുള്ള അമ്മയെ കാണാനായി പോവാണ്, അതുകൊണ്ട് ബർത്ത്ഡേ മിസ് ചെയ്യുമെന്ന്. ഈ ടീം കിറ്റി അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം മിൻഹോ താനുമായിട്ടൊരു പിണക്കത്തിലൊക്കെ ആയതുകൊണ്ട് അവൻ ഈ പറയുന്നതിൽ അവൾക്ക് ഡൗട്ട് ഒന്നും തോന്നുന്നില്ല. എന്തായാലും മാരിസ് ആകട്ടെ നിനക്ക് കിറ്റി ഇഷ്ടമല്ലേ, അതെന്താ തുറന്നു പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കിറ്റിക്ക് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സെറ്റ് ആയിരിക്കാം, പിന്നെ ഞാൻ ഇനിയിപ്പോ എന്റെ ഇഷ്ടം പറഞ്ഞിട്ട് ആ ഒരു നല്ല കാര്യമൊന്നും നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരുന്നു മിൻഹോ പറയുന്നത്. അങ്ങനെ പിന്നീട് പ്രൊഫസർ ലിയോട് കിറ്റി NYU-ലെ അവളുടെ അഡ്മിഷന്റെ കാര്യത്തെ പറ്റി സംസാരിച്ച് നടന്നു വരുമ്പോൾ ഈ ഒരു സംസാരം എന്തിനെ പറ്റിയാണെന്ന് വ്യക്തമായി കേൾക്കാതെ അതിന്റെ അറ്റവും മൂലവും ഒക്കെ മാത്രം
കേൾക്കുന്ന അലക്സ് താനാണ് ജീവന്റെ കൊച്ചിന്റെ അച്ഛൻ എന്ന കാര്യം തന്റെ അച്ഛനായ പ്രൊഫസർ ലിയോട് കിറ്റി പറഞ്ഞു എന്ന് ഭയങ്കരമായി തെറ്റിദ്ധരിച്ച് അവിടെ പോയി എല്ലാം പറയുന്നുണ്ട്. പ്രൊഫസർ ലീ ഇത് കേട്ട് അന്തം വിട്ടിരിക്കുമ്പോൾ ശരി നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് കിറ്റി മാറിപ്പോകുന്നുണ്ട്. ആ ടീം ആദ്യം മകൻ ഇതുപോലെ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു, മകൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, മകൻ ഡേറ്റ് ചെയ്യുന്ന പെൺകുട്ടി ഇവിടുത്തെ തന്നെ ഒരു ടീച്ചർ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഫസർ ലീയെ ഭയങ്കരമായി ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം മകന്റെ കുഞ്ഞെന്ന ആ ഒരു വാത്സല്യത്തില് ഇവരുടെ റിലേഷന് സമ്മതം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാനായി കിറ്റിയും ജീവോനും അലക്സും ഒത്തുകൂടുന്നു. ആക്ച്വലി കിറ്റിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് മുന്നേ ഇവരൊരു ചെറിയ അഡ്വാൻസ് ബർത്ത്ഡേ പാർട്ടി ഒപ്പം ഈ ഒരു കുഞ്ഞിനെയും ഇവരുടെ റിലേഷനെയും ഒക്കെ അലക്സിന്റെ അച്ഛൻ അംഗീകരിച്ചതിനുള്ള ഒരു സന്തോഷം കൂടിയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഇവരിപ്പോ ഈ കുഞ്ഞിന് വേണ്ടി അവരുടെ ഫാമിലി ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു സുപ്രധാന തീരുമാനവും കൂടി അവർക്ക് എടുക്കാനായിട്ടുണ്ട്. കിസിൽ ഒരു നിയമമുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പരസ്പരം ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവരിൽ ഒരാൾ ജോലി ഉപേക്ഷിച്ചേ പറ്റൂ. ആ ഒരു തീരുമാനം അലക്സ് ആണ് എടുക്കുന്നത്. അലക്സ് ജോലി ഉപേക്ഷിക്കാമെന്ന് തീരുമാനിക്കുന്നു. കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഒരു ലേഡി വളർത്തുക, അവരെ ഒറ്റയ്ക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് വിടുക, കാരണം ഒരു ഇനീഷ്യൽ ഫേസിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്തം സാധാരണ ആളുകൾ ഒരു സ്ത്രീയുടെ തലയിൽ കെട്ടിവെക്കുന്ന കണക്ക് നീ വീട്ടിലിരുന്ന് കൊച്ചിനെ വളർത്തിക്കോ, ഞാൻ ജോലിക്ക് പോക്കോളാം എന്ന രീതിക്കല്ലാതെ ജീവന്റെ പാഷന് അവൾ ഫോളോ ചെയ്യേണ്ടതെന്നും താൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാമെന്നും അലക്സ് തീരുമാനിക്കുമ്പോൾ ജീവനും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ മനസ്സിലാക്കുന്ന, അവളുടെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാർട്ട്ണറെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ജീവൻ. ഇതിനെ മുത്തശ്ശി അറിയിക്കുക എന്നതാണ് ടാസ്ക്. അതിന് കിറ്റി എല്ലാവിധ സപ്പോർട്ടും അറിയിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കൂടെ ഇവരെ കാണാനേ പോകുന്നുണ്ട്. ആദ്യം മുത്തശ്ശി ഈ ഒരു കാര്യം അറിയുമ്പോൾ അംഗീകരിക്കുന്നില്ലെങ്കിലും പേരക്കുട്ടിയുടെ കുട്ടി എന്ന ഒരു സ്നേഹവാത്സല്യം മുത്തശ്ശിക്കും അവഗണിക്കാനായി കഴിയുന്നില്ല. അങ്ങനെ ഇവരുടെ റിലേഷൻ ഇപ്പോൾ ജീവന്റെയും അലക്സിന്റെയും ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുമ്പോൾ അവരും ഹാപ്പിയാണ്, കിറ്റിയും ഹാപ്പി. അപ്പോഴേക്കും മിൻഹോയെ അർജന്റായി കാണണമെന്നും പറഞ്ഞ് യൂനിസ് വിളിച്ചു വരുത്തുന്നുണ്ട്. യൂനിസും ഡേയും ഒന്നിച്ചൊരു കഫേയിൽ ഇരിക്കുമ്പോഴാണ് യൂനിസ് മിൻഹോയെ വിളിക്കുന്നത്. മിൻഹോ എത്തുമ്പോഴേക്കും ഇവർ കിസ് അടിക്കുന്നതിന്റെ ഒരു വക്കിലേക്കായിരുന്നു പോയിരുന്നത്. അത് കാണുമ്പോഴേ മിൻഹോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മിൻഹോയെ ഇപ്പൊ വിളിച്ചു വരുത്തിയത് യൂനിസിന് അറിയാവുന്ന ഒരു ഗേൾ കേപോപ്പ് ഗ്രൂപ്പിന് മിൻഹോയെ അവരുടെ മാനേജറായി കിട്ടിയ കൊള്ളാവുന്നുണ്ട്. കാരണം യൂനിസിന്റെ കൂടെ നിന്ന് അവൻ ചെയ്ത വർക്കൊക്കെ അവരും കണ്ട് ഇംപ്രസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവൻ അറിയിക്കുമ്പോൾ അവനും അതിൽ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം, ഡേയോട് അവന്റെ അച്ഛൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതിരുന്ന ജോലി കുറെ നാൾ ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷവും എന്താണെന്ന് താൻ അറിയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡേക്ക് എഞ്ചിനീയറിംഗ് എടുക്കണമെന്ന് താൻ നിർബന്ധിക്കില്ലെന്നും ഡേയുടെ മനസ്സിൽ എന്താണോ താല്പര്യം അത് ചെയ്യാനായി അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നും ഡേയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ക്വിൻസിയും ജിന്നും അവരുടെ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒന്നിക്കുന്നുണ്ടായിരുന്നു. ജിന്നിന് അവന്റെ റെസ്യൂമേൽ വെക്കാനായി പ്രത്യേകിച്ച് യാതൊരുവിധ അഡീഷണൽ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനെ മാരിസിന്റെ സഹായത്തോടെ മാരിസിന്റെ അച്ഛന്റെ കമ്പനിയിൽ ഒരു ഇന്റേൺ ആയിട്ട് വിടാനായി ക്വിൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കുന്ന ജിൻ അത് വേണ്ട, ഞാൻ എന്റെ കുറച്ച് പരിചയക്കാരുടെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുമായി മുന്നോട്ട് പോക്കോളാം, എന്തായാലും എന്നെ സഹായിക്കാൻ നോക്കുന്ന മനസ്സിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പിണക്കങ്ങളൊക്കെ മറിഞ്ഞ് ഇപ്പൊ മാരിസിനോടും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കേട് ഒന്നും തന്നെ ജിന്നിനൊന്നും ഇല്ല. എല്ലാം നടന്നു, അത് കഴിഞ്ഞു. അപ്പോഴേക്കും കിറ്റിയെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ചേച്ചിക്ക് അവരുടെ നോവൽ പബ്ലിഷ് ചെയ്തു, അവരുടെ ബോസിന് അത് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സന്തോഷ വാർത്തയും കൂടി പങ്കുവെക്കാനുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ചേച്ചിയും ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ആയ പീച്ചറും ഇപ്പൊ പിണക്കങ്ങൾ മറന്ന് ഒന്നിച്ചു എന്ന ഒരു സന്തോഷം കൂടി കേൾക്കുമ്പോൾ കിറ്റി ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ അതിനുശേഷം ക്വിൻസിയുടെ കൂടെ കിറ്റി അവൾക്കുള്ള സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയുടെ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ എത്തുമ്പോൾ എല്ലാവരും അവളെ ഒരുപാട് സർപ്രൈസ് ചെയ്യിക്കുന്നുണ്ട്. മിൻഹോയും അവിടെ ഉണ്ടെന്ന് കാണുമ്പോൾ കിറ്റി ഒരുപാട് ഷോക്കാവുന്നു. മിൻഹോയും എല്ലാവരും പോലെ വരുന്നില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കിറ്റിയെ പറ്റിച്ചതായിരുന്നു. കൂടാതെ എല്ലാവരും കിറ്റിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അതിലൊരു പേഴ്സണൽ ടച്ചുള്ള ഗിഫ്റ്റുകളായിരുന്നു. അതായത് ഓരോരുത്തർക്കും കിറ്റിയുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിക്ക് ഓരോ ഗിഫ്റ്റുകൾ. ഇതെല്ലാം മിൻഹോയുടെ ഐഡിയ ആണ്. കൂടാതെ അവിടെ കിറ്റിക്ക് വളരെ ഇഷ്ടമുള്ള കിറ്റിയുടെ അമ്മയെ ഓർമ്മപ്പെടുത്തുന്ന കമേലിയ പൂക്കളും കൊണ്ടാണ് മിൻഹോ അലങ്കരിച്ചിരിക്കുന്നത്. ഇതൊക്കെ കിറ്റിയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. മിൻഹോ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു കാര്യം. എന്തായാലും യൂറി കിറ്റിക്ക് വേണ്ടി സ്പെഷ്യലായി ഡ്രസ്സും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കിറ്റി യൂറിയുടെ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞിരുന്നു എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ. അതേ കണക്ക് ഡ്രസ്സ് തന്നെയാണ് യൂറി കിറ്റിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും കിറ്റി എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയായി അവളുടെ ഈ ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവൾ വളരെ ഇമോഷണലായി ഫ്രണ്ട്സിനോട് താങ്ക്സ് ഒക്കെ പറയുന്നു. അങ്ങനെ ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ അവിടെ വെച്ച് തന്നെ എല്ലാവരും ഒന്നിക്കുന്നുണ്ട്. ഈവൻ യൂറിയും ജൂലിയാനയും പോലും അവർക്കിടയിലെ എല്ലാ അകൽച്ചയും മറന്ന് വീണ്ടും ഒന്നിക്കുന്നു. കിറ്റി മിൻഹോയും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി എല്ലാ കപ്പിൾസോടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിൻഹോ കിറ്റിയെ ഡാൻസിന് ക്ഷണിച്ച് അങ്ങനെ അവർ ഡാൻസ് ചെയ്യുന്നതേയും ആക്ച്വലി മിൻഹോ കള്ളം പറഞ്ഞു എന്നായിരുന്നു കിറ്റി കരുതിയിരുന്നത്. പക്ഷെ മിൻഹോ അവന്റെ ലോസ് ഏഞ്ചൽസിലേക്കുള്ള ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്നതാണ്. കൂടാതെ അവൾക്ക് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷന്റെ കാര്യത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടെന്നൊക്കെ അവൻ ഇങ്ങനെ ചോദിച്ചു അവളുടെ മനസ്സറിയാനായി നോക്കുമ്പോൾ അവൾ വളരെ ഹാപ്പിയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ എന്നിട്ടും അവന്റെ ഉള്ളിൽ അവളുമായി വീണ്ടും ഒന്നിക്കണം എന്നുള്ള ഒരു ഇഷ്ടം തുറന്നു പറയുന്നത് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കിറ്റി ഈ വരുന്ന വിന്റർ ബ്രേക്കിന് വേണ്ടി സ്കോട്ട്ലൻഡിലേക്ക് പോകാനായി ഒരുങ്ങാണ്. കിറ്റി പക്ഷെ അവളുടെ ഡയറി റൂമിൽ വെച്ച് മറന്നാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. കിറ്റി അവിടെ നിന്ന് പുറപ്പെട്ട് കഴിയുമ്പോൾ മിൻഹോയ്ക്ക് കിറ്റിയെ കാണാതെ ഒരു സമാധാനം ഇല്ല. പക്ഷെ അവൾ പുറപ്പെട്ടു എന്നറിയാതെ അന്വേഷിച്ച് റൂമിലേക്ക് എത്തുമ്പോഴാണ് യൂറിയും ജൂലിയാനയും കിറ്റി പുറപ്പെട്ടു എന്ന കാര്യം പറയുന്നത്.
വേഗം തന്നെ സബ്വേ എടുത്ത് പോയാൽ കിറ്റി അവിടെ കാണാമെന്നും അവർ പറയുമ്പോഴേക്കും മിൻഹോ അങ്ങനെ പുറപ്പെടുന്നു. അങ്ങനെ സബ്വേയിൽ എത്തുന്ന മിൻഹോ കിറ്റിയെ കണ്ടെത്തും മുന്നേ തന്നെ അവൾക്ക് അവന്റെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്ത് അവൾക്ക് വേണ്ടി തയ്യാറാക്കിയ പാട്ട് അവനിപ്പോ അയച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ട്രെയിനിൽ കയറിയ ശേഷമാണ് കിറ്റി ആ പാട്ട് കേൾക്കുന്നതും ഇവിടെ ഉണ്ട് ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അയച്ച മെസ്സേജ് കാണുന്നതും. അവൾ ആ മെസ്സേജ് കണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മിൻഹോ അവളെ കാണുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റാതെ അവരവിടെ സെപ്പറേറ്റ് ആവുകയാണ്. ട്രെയിൻ അവിടെ നിന്ന് വിട്ടുപോകുന്നു. എന്തായാലും അടുത്ത സ്റ്റേഷനിൽ കിറ്റിയെ കാണാന്ന് കരുതി മിൻഹോ വേഗം അടുത്ത ട്രെയിൻ കയറുന്നുണ്ട്. ഇതേ ടീം കിറ്റിയും മിൻഹോയെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ടില് അവൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ഇവരുടെ പ്രണയത്തെ അവളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാന്ന് പറഞ്ഞല്ല ഇറങ്ങുന്നത്, പക്ഷെ അവരുടെ മനസ്സ് അവരെ അവിടെ അങ്ങനെ ഒന്നിപ്പിക്കുന്നു. അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ കണ്ടുമുട്ടുമ്പോഴേക്കും രണ്ടുപേരും അവരുടെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറഞ്ഞ് അവിടെ ഒന്നിക്കുകയാണ്. കൂടാതെ കിറ്റി പോർട്ട്ലൻഡിലേക്ക് വിന്റർ ബ്രേക്കിന് പോകുന്ന ടീം കൂടെ മിൻഹോയും പോകുന്നതായി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീസൺ ഇവിടെ അവസാനിക്കുന്നത്. ഏതായാലും ഇനി കിസ്സില് കിറ്റിക്ക് ഒരു സെമസ്റ്ററും കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. കിറ്റിക്ക് മാത്രമല്ല അവളുടെ കൂടെ ഉള്ളവർക്കും അല്ലേ. അവരിപ്പോ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. അതിൽ ഒരു സെമ്മും കൂടി ബാക്കിയുണ്ട്. അതിന് മുന്നേ ഉള്ള ബ്രേക്ക് സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. ബ്രേക്കിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ വെച്ച് ഈ ഒരു സീസൺ അവസാനിക്കുകയാണ്. മിക്കവാറും ഇനി ഒരു സീസണും കൂടിയുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത സീസൺ ഇറങ്ങുമ്പോൾ കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണും വരെ ബൈ.